യോഹന്നാൻ 1:17 പറയുന്നു, അദൃശ്യനായ ദൈവത്തെ അല്ലെങ്കിൽ പിതാവിനെ വെളിപ്പെടുത്തുവാൻ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ഒരിക്കൽ കൂടെ, പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്നു. അതുകൊണ്ട് യേശു കർത്താവ് ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിപ്പിൻ, സ്തോത്രം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പഴയ നിയമത്തിൽ ആരും തന്നെ സ്തോത്രം അതേ പിതാവേ എന്ന് പറഞ്ഞ് ദൈവത്തെ അഡ്രസ് ചെയ്തില്ല. അവർ പറഞ്ഞത് അഡോനായി, യജമാനനെ എന്ന് വിളിച്ചിട്ടുണ്ട്, യഹോവയാം ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്തോത്രം, പിതാവിനെ വെളിപ്പെടുത്തുവാൻ ഈ ലോകത്തിൽ കടന്നു വന്നതായ പുത്രൻ പിതാവേ എന്ന് പറഞ്ഞു. അർത്ഥം, പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ ദാസന്മാരല്ല, പുതിയ നിയമത്തിൽ സകലരും ദൈവത്തിന്റെ മക്കളാണ്. Of course, ഇന്ന് പകൽ ദൈവദാസന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്. വിവിധ ശുശ്രൂഷ ചെയ്യുന്നവർ, ദൈവദാസിമാർ നമ്മുടെ മധ്യത്തിലുണ്ട്. അവർ ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസത്വത്തിൻ്റെ ആത്മാവിൽ ശുശ്രൂഷിക്കുന്നു. നിങ്ങൾ സ്തോത്രം പറയാത്തോണ്ട് ഒരിക്കൽ കൂടെ പറയട്ടെ, ഞാൻ ഉൾപ്പെടെയുള്ളവർ അതേ ഫറവോന്റെ ആത്മാവിലല്ല ശുശ്രൂഷിക്കുന്നത്. ഓ കമോൺ, ഞാൻ ഉൾപ്പെടെയുള്ളവർ ഏതോ സെലിബ്രിറ്റി ആത്മാവിലല്ല ശുശ്രൂഷിക്കുന്നത്. പകരം ദാസത്വത്തിൻ്റെ ആത്മാവിലാണ് സഭയിൽ ശുശ്രൂഷ നടക്കുന്നത്. അതേ സമയത്ത് അവർ ജീവിക്കുന്നത് അവരും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദാസത്വത്തിൻ്റെ ആത്മാവിലല്ല. നോട്ട് അണ്ടർ ദ സെർവന്റ് സ്പിരിറ്റ് ബട്ട് ദ സൺ സ്പിരിറ്റ്. സ്തോത്രം, ദാസത്വത്തിൻ്റെ ആത്മാവിലല്ല നാം ആയിരിക്കുന്നത്. ദൈവവും നമ്മളുമായി പുത്രത്വത്തിൻ്റെ ആത്മാവിലാണ് ആയിരിക്കുന്നത്. കാരണം അവനെ കൈക്കൊണ്ട്, യോഹന്നാൻ 1:12, അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവത്തിൻ്റെ മക്കൾ ആകാൻ ദൈവം അധികാരം നൽകിയിരിക്കുന്നു. 2 കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് നിങ്ങൾ ദാസന്മാരായി ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരിയായി മറന്നു പോകല്, നിങ്ങൾ ദൈവത്തിൻ്റെ മകനാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകനാണ്. 2 പേര് തൊട്ട് സ്തോത്രം അടുത്തിരിക്കുന്നവർ മുഖത്തോക്കി പറഞ്ഞാട്ടെ. സഹോദരന്മാർ പറഞ്ഞ ഞാൻ ദൈവത്തിൻ്റെ മകളാണ്, സഹോദരന്മാർ പറഞ്ഞ് ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. പറഞ്ഞ് സ്തോത്രം, ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. കാരണം സ്വർഗത്തിൽ നിനക്കൊരു അപ്പനുണ്ട്, സ്വർഗത്തിൽ നിനക്കൊരു അപ്പനുണ്ട്. ഒരിക്കൽ കൂടെ ആമേൻ പറഞ്ഞേ. സ്വർഗത്തിൽ നിങ്ങൾക്കൊരു അപ്പനുണ്ട്. ഒരു പക്ഷേ അപ്പൻ എന്ന് പറയുമ്പോൾ ഒരു വിരൂപമായ ചിത്രമായിരിക്കാം നിങ്ങൾക്കുള്ളത്. ഓ ദൈവം എൻ്റെ അപ്പൻ. നോ, ദാറ്റ്സ് നോട്ട് ഗുഡ്. ദൈവം എൻ്റെ അപ്പൻ, എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ദൈവം എൻ്റെ അപ്പൻ എന്ന് പറയുമ്പോൾ സ്തോത്രം, അപ്പൻ എന്ന് പറയുമ്പോൾ ഒരു വികലമായ ചിത്രം, ഒരു വിരൂപമായ ചിത്രമായിരിക്കും നിങ്ങൾക്കുള്ളത്. ഒരു വല്ലാത്ത കണ്ണാടിയിൽ ഇങ്ങനെ മുഖം ഇങ്ങനെ കോണി കാണുന്നത് പോലെ. അത് കണ്ണാടിയുടെ കുഴപ്പമാണ്, അത് മുഖത്തിൻ്റെ കുഴപ്പമല്ല. മനസ്സിലായ റാമേൻ പറഞ്ഞേ. വളഞ്ഞ ഒരു കണ്ണാടിയിൽ മുഖം വിരൂപമായി കാണുന്നത് മുഖത്തിൻ്റെ കുഴപ്പമല്ല, കണ്ണാടിയുടെ കുഴപ്പമാണ്. അർത്ഥം ഞാൻ പറയുന്നത്, മാതാപിതാക്കളെ സ്തോത്രം ദൂഷിക്കരുത് എന്ന് തിരുവചനം പറയുമ്പോൾ തന്നെ സ്തോത്രം, നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യച്യുതികളിൽ ഒന്ന്, പല അപ്പന്മാർ ബൈബിൾ അനുസരിച്ചല്ല മക്കളെ വളർത്തിയത്. പല അപ്പന്മാരും യേശുവിൻ്റെ ഹൃദയമല്ല വെളിപ്പെടുത്തിയത്. ഇവിടെ നല്ല ഒരു കൂട്ടം അപ്പന്മാരുണ്ട്. മാതൃകാപരമായി ദൈവത്തിൻ്റെ കൃപയാൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, മക്കൾക്ക് വേണ്ടി ദൈവത്തിന് ഇടിവിൽ നിൽക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളുണ്ട്. പക്ഷേ ചിലരെ നോക്കി ഞാൻ പറയട്ടെ, നിൻ്റെ അപ്പൻ മദ്യപിക്കുന്നവനായിരുന്നു, നിൻ്റെ അപ്പൻ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കുന്നവനായിരുന്നു, നിൻ്റെ അപ്പൻ വീട്ടിൽ നിന്ന് വല്ലാതെ എല്ലാവരുമായി ചൊറിയുന്നവനായിരുന്നു, നിൻ്റെ അപ്പൻ മറ്റുള്ളവരെ ശപിക്കുന്നവനായിരുന്നു. ഒരു പക്ഷേ നിന്നെയും അവൻ ശപിച്ചിട്ടുണ്ടായിരിക്കും. ശപിക്കുന്ന ഒരപ്പൻ, നീ നന്നാകത്തില്ല, നീ സക്സസ് ആകത്തില്ല, നീ ജയിക്കത്തില്ല, നിൻ്റെ ലൈഫ് പൊളിഞ്ഞു പോകും എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് അപ്പൻ. നിന്നെക്കുറിച്ച് ദേശത്തുള്ള മറ്റുള്ളവരോട് കുറ്റം പറഞ്ഞ ഒരപ്പൻ. നോക്കിയേ, നിന്നെക്കുറിച്ച് തിന്മയായി പറഞ്ഞതായ സ്തോത്രം അതെ ഒരപ്പൻ. കവർ ചെയ്യേണ്ട സ്ഥാനങ്ങളിൽ നിന്നെ കവർ ചെയ്യാതെ, നിന്നെ സൂക്ഷിക്കേണ്ട സ്ഥാനങ്ങളിൽ സൂക്ഷിക്കാതെ, പലപ്പോഴും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുൻപിൽ സ്തോത്രം നിന്നെ ഇട്ടുകൊടുത്തതായ ഒരപ്പൻ. സോ ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോകുന്നു. നിങ്ങൾക്ക് ഒരു പക്ഷേ സ്തോത്രം ഒരു പേഴ്സണലി ഏതെങ്കിലും ദൈവദാസന്മാർ, ഇവിടെ കൗൺസിൽ ചെയ്യുന്ന ആൻറ്റിമാർ, അങ്കിൾമാർ നിങ്ങളുടെ അടുക്കൽ വന്ന്, മക്കളെ പറ, നിൻ്റെ അപ്പനെക്കുറിച്ച് നിനക്കെന്തോ പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ പരാതിയുടെ വലിയൊരു പാക്കേജായിരിക്കും. മണിക്കൂറല്ല, ദിവസങ്ങളോളം പരാതിയുടെ വലിയൊരു പാക്കേജായിരിക്കും. ചില
കുഞ്ഞുങ്ങളിൽ നിന്ന് ഇങ്ങനെ വീഴുവാൻ സാധ്യതയുള്ളത്. അപ്പുറത്തൊഴുകുന്ന ആമയിഴഞ്ചാൻ തോട് പോലെ എൻ്റെ അപ്പൻ നോട്ട് ഗുഡ്, എൻ്റെ അപ്പൻ എന്തൊക്കെയോ നെഗറ്റീവ് ഉണ്ട് എന്ന് പറയുന്ന ഒരു വലിയ പരാതി ഉണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് പകൽ ഞാൻ വന്നത് പൊളിക്കാനല്ല. ഇന്ന് പകൽ ഞാൻ വന്നത് പണിയാനത്രേ. ലോകം കണ്ട ഏറ്റവും വേസ്റ്റ് ഫാദറാണ് നിനക്കുണ്ടായതെങ്കിലും, ഒരിക്കൽ കൂടെ, ലോകം കണ്ട ഏറ്റവും മോശം പിതാവാണ് നിനക്കുണ്ടായതെങ്കിലും, അവൻ ലൂസിഫറിൻ്റെ ഏജൻ്റ് ആണെങ്കിലും, നിന്നെ ഏറ്റവും അധികമായി തല്ലിത്തകർക്കുവാൻ, നിന്നെ ഡാമേജ് ആക്കുവാൻ, നിന്നെ ഏറ്റവും കൂടുതൽ തകർത്തത് നിൻ്റെ അപ്പനാണെങ്കിലും, ഒരു നല്ല അപ്പനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു നല്ല അപ്പനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവനുമായി ഇന്ന് പകൽ നീയും ഞാൻ കണക്ട് ചെയ്യുമ്പോൾ ലൈഫ് ഉടഞ്ഞതല്ല കുഞ്ഞെ, ലൈഫ് കരയാനുള്ളതല്ല, ലൈഫ് തീരാനുള്ളതല്ല, ലൈഫ് പണിയപ്പെടുന്നതാണ്. എനിക്കിന്ന് പകൽ പ്രസംഗിച്ച് നിങ്ങളെ ഇളക്കാൻ താല്പര്യമില്ല, അതല്ല ദൈവം എന്നെ കാണിച്ചത്. ഇന്ന് പകൽ നിങ്ങളെ പ്രസംഗിച്ച് ഇംപ്രസ് ചെയ്യാനല്ല ദൈവം എന്നെ അയച്ചത്. ഇന്ന് പകൽ നിങ്ങൾ മാർഗിട്ടാൽ ഒരു പക്ഷേ ഞാൻ തോറ്റു പോകുമായിരിക്കും. പക്ഷേ ഇന്ന് പകൽ ഈ അറ്റ്മോസ്ഫിയറിൽ ഒരു വശത്തെ എണ്ണയും മറുവശത്തെ വീഞ്ഞും, ഒരിക്കൽ കൂടെ, ഒരു വശത്തെ എണ്ണയും മറുവശത്തെ വീഞ്ഞും, ഓ കമോൺ, നിങ്ങൾ കേട്ടി, ഒരു വശത്തെ എണ്ണയും മറുവശത്തെ വീഞ്ഞും ഈ അന്തരീക്ഷത്തിൽ ചലിക്കുമാറാകട്ടെ. ബോഡിയിൽ, ശരീരത്തിൽ മുറിവില്ല, പക്ഷേ ഹൃദയങ്ങളിൽ ഓർമ്മ വച്ച നാൾ മുതൽ ഹൃദയങ്ങളിൽ മുറുമായി നടക്കുന്ന കുഞ്ഞുങ്ങൾ എൻ്റെ മുൻപിലുണ്ട്, വലിയവർ എൻ്റെ മുൻപിലുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടികളെ കെട്ടിക്കൊടുക്കാൻ പ്രായമായി കാണും, അല്ലെങ്കിൽ കെട്ടിക്കൊടുത്ത് കാണും. നിങ്ങളുടെ തലമുറി നരച്ചതായിരിക്കാം, നിങ്ങൾ പെൻഷൻ പറ്റിയവരായിരിക്കും. പക്ഷേ ഒരു ഫാദർ ഫിഗർ അല്ലെങ്കിൽ അപ്പൻ്റെ സ്ഥാനം നിങ്ങളുടെ ലൈഫിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇന്ന് പകൽ തമ്പുരാൻ്റെത് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൻ തരേണ്ടതായ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് ഒഴിഞ്ഞു കിടക്കുന്നെങ്കിൽ സകലത്തിനും തൻ്റെ നിറവിനാൽ നിറയ്ക്കുന്നവൻ. വാക്യം ഒരിക്കൽ കൂടെ ഞാൻ പറയും, സകലത്തിനും തൻ്റെ നിറവിനാൽ നിറയ്ക്കുന്നവൻ. എനിക്കൊരപ്പനുണ്ടായിരുന്നെങ്കിൽ അവരങ്ങനെ പറയത്തില്ലായിരുന്നല്ലോ, എനിക്കൊരപ്പനുണ്ടായിരുന്നെങ്കിൽ അവരങ്ങനെ പെരുമാറത്തില്ലായിരുന്നല്ലോ, എനിക്കൊരപ്പനുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ടീച്ചർ എന്നെ അങ്ങനെ ഇട്ട് തട്ടത്തില്ലായിരുന്നല്ലോ, എനിക്കൊരപ്പനുണ്ടായിരുന്നെങ്കിൽ സ്തോത്രം എനിക്ക് വേണ്ടി സംസാരിക്കുമായിരുന്നല്ലോ എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ, യെസ്, ഒരപ്പനുണ്ട്, ഒരു നല്ല അപ്പനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ടൈറ്റിൽ ഇതാണ്, സ്തോത്രം, ടൈറ്റിൽ ഇതാണ്. ഞാനേ മറന്നുപോയി. സ്തോത്രം, ടൈറ്റിൽ ഇതാണ്. എനിക്കൊരു അപ്പനുണ്ട്, എനിക്കൊരു അപ്പനുണ്ട്. രണ്ട് കരങ്ങളെ മാറോട് ചേർത്ത് വെച്ച് സ്വർഗത്തിങ്കിലേക്ക് നോക്കി എല്ലാവരും പറഞ്ഞേ, എനിക്കൊരപ്പനുണ്ട്. ഒരിക്കൽ കൂടെ പറഞ്ഞേ. ആ അപ്പനിലേക്ക് ഉറ്റു നോക്കാം. അപ്പനിലേക്ക് ഉറ്റു നോക്കുമ്പോൾ അപ്പൻ എങ്ങനെയെന്ന് കണ്ടാലല്ലേ അവനെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവാം ദൈവം, ദൈവത്തിൻ്റെ വചനത്തിൽ ഇത് പകൽക്കാലം 12 കാര്യങ്ങളാണ് നിങ്ങളോട് ഈ അപ്പനെക്കുറിച്ച് പറവാനായി എൻ്റെ നാവിൽ നൽകിയിരിക്കുന്നത്. സ്തോത്രം. അതെ, 12 കാര്യങ്ങളാണ് ഈ അപ്പൻ്റെ പ്രത്യേകതയായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. പറ 12 ഏതിൻ്റെ സംഖ്യയാണ്? 12 എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ധാരാളം പ്രാവശ്യം കേട്ടിട്ടുള്ളത് കൊണ്ട്, ഒത്തിരി പേർക്ക് മറക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ചിലരെങ്കിലും പറഞ്ഞു അത് അധികാരത്തിൻ്റെ സംഖ്യയാണ്, അത് സ്വർഗീയ ഗവൺമെൻറ്റിൻ്റെ സംഖ്യയാണ്. അർത്ഥം അധികാരമുള്ളവനായ ഒരപ്പൻ. ലോകത്തിൽ പല അധികാരികളുണ്ട്, പക്ഷേ അതിനേക്കാൾ വലിയ അധികാരിയായ ഒരപ്പൻ സ്വർഗത്തിൽ എനിക്കുണ്ട്.
ലോകത്തിൽ ഉന്നതന്മാരുണ്ട്, എന്നാൽ സ്വർഗത്തിൽ അത്യുന്നതനായ ഒരപ്പൻ എൽ ഏലിയോൻ എനിക്ക് വേണ്ടിയുണ്ട്. ആ അപ്പൻ്റെ പ്രത്യേകത നമ്പർ 1 വേദപുസ്തകം പറയുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ, ജെയിംസ് ചാപ്റ്റർ 1:17, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും ഉയരങ്ങളിൽ നിന്ന് വെളിച്ചങ്ങളെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. നമ്പർ 1 ആ 2-ാമത്തെ ലൈനിൽ പറയുന്നു, ഫാദർ ഓഫ് ലൈറ്റ്, വെളിച്ചങ്ങളുടെ പിതാവ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ മക്കളെ, എന്താണ് വെളിച്ചങ്ങളുടെ പിതാവ്? നിൻ്റെ അപ്പൻ്റെ പ്രത്യേകത, അവൻ വെളിച്ചങ്ങളുടെ പിതാവാണ്. ശബ്ദം ഉയർത്തി കുറച്ചുകൂടെ നന്നായിട്ട് പറഞ്ഞാട്ടെ, അവൻ ആരാണ്? അവൻ വെളിച്ചങ്ങളുടെ പിതാവാണ്. നോക്കിയേ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, സ്തോത്രം, സൃഷ്ടാവാം ദൈവം, അവൻ്റെ പേര് എലോഹീം എന്നാണ്. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കേൾക്കും. എലോഹീം ആകുന്ന ദൈവം ഈ പ്രകൃതിയിലേക്ക്, പ്രപഞ്ചത്തിലേക്ക് നോക്കിയപ്പോൾ മുഴുവൻ ഇരുട്ട് മാത്രമായിരുന്നു. പക്ഷേ ദൈവം ഇരുട്ടിനെ ശാസിച്ചില്ല, ഇരുട്ടിനെ വിട്ടുപോ എന്ന് പറഞ്ഞില്ല, ദൈവം ഇരുട്ടിനെ അളന്നില്ല. പകരം ദൈവം പറഞ്ഞത് വെളിച്ചം ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ. ഇരുട്ട് കുമിഞ്ഞുകൂടിയിരുന്ന സ്ഥാനത്ത്, അല്ലെങ്കിൽ നിറഞ്ഞിരുന്ന സ്ഥാനത്ത് ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതുവരെ ഇല്ലാത്ത വെളിച്ചം വന്നു, ഇരുട്ട് ഓടിപ്പോയി. വെളിച്ചങ്ങളെ അപ്പൻ നിൻ്റെ ജീവിതത്തിൽ എന്താണോ ഇല്ലാത്തത്, ഒരിക്കൽ കൂടെ, അപ്പാ എനിക്കിതില്ല കേട്ടോ എൻ്റെ ലൈഫിലെ, പപ്പായെ എൻ്റെ ലൈഫിൽ ഇന്ന ഏരിയ ഒഴിഞ്ഞു കിടക്കുക, ഇന്ന കാര്യം ഇല്ലെന്ന് പറയുമ്പോൾ അവൻ താടിക്ക് കൈയും കൊടുത്തിട്ട് ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് തിരുവനന്തപുരം സ്റ്റൈലിൽ ഒരിക്കലും പറയത്തില്ല. എന്താണോ നിൻ്റെ ലൈഫിൽ ഇല്ലാതിരിക്കുന്നത് അത് ക്രിയേറ്റ് ചെയ്ത് തരുവാൻ, അത് സൃഷ്ടിച്ചു തരുവാൻ എലോഹീം, സൃഷ്ടാവാം ദൈവം ഇന്നും ജീവിക്കുന്നു. ഇല്ലാത്തത് നിൻ്റെ ജീവിതത്തിൽ ഉളവാക്കുന്നവനാണ് അപ്പൻ. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഇല്ലാത്തത് നിൻ്റെ ലൈഫിൽ ഉളവാകുന്നവനാണ് കർത്താവ്. യേശു പറഞ്ഞു, സ്തോത്രം, 2 പേർ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് പുത്രന്മേൽ മഹത്വപ്പെടേണ്ടതിന് വേണ്ടി ആ കാര്യത്തെ ഞാൻ ചെയ്യും. കേക്ക്, കണ്ണു തുറന്ന് കേക്ക്. 2 പേർ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് പുത്രന്മേൽ മഹത്വപ്പെടുന്നതിന് വേണ്ടി ആ കാര്യത്തെ ഞാൻ ചെയ്യും. ഗ്രീക്കിൽ അത് എഴുതിയപ്പോൾ ഞാൻ ആ കാര്യത്തെ ചെയ്യും എന്നതിന് 2 മീനിങ് ആണുള്ളത്. ഒന്ന്, ദൈവത്തിൻ്റെ ഗോഡൗണിൽ ഉണ്ടെങ്കിൽ അവനത് എടുത്തു തരും. നീ അപ്പനോട് ചോദിക്കുമ്പോൾ അപ്പൻ്റെ ഗോഡൗണിൽ ഉണ്ടെങ്കിൽ അപ്പനത് എടുത്തു തരും. ഒരിക്കൽ കൂടെ, പ്രാർത്ഥനയാകുന്ന താക്കോലിൽ നീ അപ്പനോട് ചോദിക്കുമ്പോൾ ഗോഡൗണിൽ ഉള്ളത്, ഗോഡൗൺ തുറന്ന്, ദൈവത്തിൻ്റെ ഗോഡൗൺ തുറക്കുന്ന താക്കോലാണ് നിൻ്റെ പ്രാർത്ഥന. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കുന്നതാണ് നിൻ്റെ പ്രാർത്ഥന. ഓർക്കണം, സ്തോത്രം, അതെ, ഗോഡൗണിലുണ്ടെങ്കിൽ അവൻ തുറന്ന് എടുത്തു തരും. ഇനി ഈവൻ ദെൻ ഗോഡൗണിൽ ഇല്ലെന്ന് വെച്ചോ, ഗോഡൗണിൽ ഇല്ലെങ്കിൽ എലോഹീം ദൈവകൃപയാൽ നിന്റെ ലൈഫിൽ സൃഷ്ടിച്ച് നൽകും. സ്തോത്രം, അതുവരെ വേറെ ആരും അനുഭവിക്കാത്തത് നിന്റെ ജീവിതത്തിൽ അവൻ സൃഷ്ടിച്ച് നൽകും. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. കമൺ, ഞാൻ വിചാരിച്ചത് നിങ്ങൾ തുള്ളിച്ചാടുമെന്നാണ്. കാരണം ആരും അനുഭവിക്കാത്തത്, ദേശത്തിൽ ആരും വെളിപ്പെട്ടിട്ടില്ലാത്തത്, എൻ്റെ ലൈഫിൽ സൃഷ്ടിച്ച് തരുന്നവനാണ് ദൈവം. ഞാൻ കൂടെ പറയുന്നത് വീണ്ടും ഒരിക്കൽ കൂടെ പറയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഒരു വ്യത്യസ്ത സാക്ഷ്യം പറയുവാൻ, കുട്ടി, ഒരു വ്യത്യസ്തമായ സാക്ഷ്യം പറയാൻ ഒരുങ്ങിക്കോ. കാരണം വെളിച്ചങ്ങളുടെ പിതാവ് നിന്റെ ലൈഫിൽ ചലിക്കുമ്പോൾ, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ആരും അനുഭവിച്ചിട്ടില്ലാത്തത് നിന്റെ ലൈഫിൽ ദൈവം ചെയ്യുക. പ്രവചിച്ച് പറയട്ടെ, ഹോ, പ്രവചന ദൂതാണ്, ഏറ്റെടുക്കുക. ഹോ, ദൈവം ഇങ്ങനെയും പ്രവർത്തിക്കുമോ? എന്ന് നിന്റെ ലൈഫിൽ ആയിരങ്ങൾ കണ്ട് അമ്പരക്കുന്ന രീതിയിൽ വെളിച്ചങ്ങളുടെ പിതാവ് തൃക്കൈ നീട്ടി നിന്റെ ലൈഫിനെ തൊടുവാൻ പോകുകയാണ്. ആർക്ക് വേണം?
ആർക്ക് വേണം ഈ ദൂത്? അടുത്ത ദിവസങ്ങളിൽ ഇത് കേട്ട് ഞാൻ ബലപ്പെടാൻ പോവാ. ഹോ, ഇങ്ങനെയും ദൈവം പ്രവർത്തിക്കോ? ഏതൊക്കെയോ കുഴികളിൽ കിടക്കുന്ന വ്യക്തികളോട് പരിശുദ്ധാത്മാ പറയുന്നു, ആരും ആ കുഴിയിൽ നിന്ന് കയറിയിട്ടില്ല, പക്ഷെ ആദ്യം കയറുന്നത് നീ ആയിരിക്കും. ആരും ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല, പക്ഷെ ആ കെണി പൊളിയും, നീ വിടുതൽ പ്രാപിക്കും. മറ്റുള്ളവർ തോറ്റെടുത്ത് നീ ജയിക്കും. മറ്റുള്ളവരുടെ തല കുനിഞ്ഞെടുത്ത് നിന്റെ തല ഉയരും. മറ്റുള്ളവർ നിലവിളിച്ചെടുത്ത് നീ സെലിബ്രേറ്റ് ചെയ്യും. കാരണം വെളിച്ചങ്ങളുടെ പിതാവ് നിനക്കായി ജീവിക്കുന്ന. നമ്പർ 2, രണ്ടാമതായി തിരുവചനം പറയുന്നു, പിതാവിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എബ്രായർ 12:9 വായിക്കുമ്പോൾ, ഈസ് ദ ഫാദർ ഓഫ് സോൾസ്. അവൻ ആത്മാക്കളുടെ പിതാവ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ് അവൻ? ആത്മാക്കളുടെ പിതാവ്. നമ്മുടെ ജനസമ്മതമായ പിതാക്കന്മാരെ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നല്ലോ. ആത്മാക്കളുടെ പിതാവ്. ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ മക്കളെ. കേട്ടില്ല? വീട്ടിൽ പറയുന്ന ഉച്ചത്തിൽ പറഞ്ഞേ. എല്ലാ വീടുകളിലും സമാധാനം ഉണ്ടാകട്ടെ. സ്തോത്രം. ആത്മാക്കളുടെ പിതാവിന് അധികം കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? ആത്മാക്കളുടെ പിതാവ്. എനിക്കൊരു ശരീരമുണ്ട്, നിങ്ങൾക്കും അതുപോലെ ഒരു ശരീരമുണ്ട്. നിങ്ങൾക്കൊരു മലയാളി മനസ്സുണ്ട്, ഇതുപോലെ നിങ്ങൾക്കൊരു ആത്മാവുണ്ട്. നിങ്ങൾക്ക് ശരീരമുണ്ട്, നിങ്ങൾക്ക് സ്തോത്രം അതി ഒരു മനസ്സുണ്ട്, നിങ്ങൾക്കൊരു ആത്മാവുണ്ട്. നിങ്ങളുടെ വീട്ടിലെ ജൂഡിക്കും ജിമ്മിക്കും സ്തോത്രം ആത്മാവില്ല. ഞാൻ പറഞ്ഞ പട്ടിയുടെ കാര്യമാണ്. നിങ്ങളുടെ വീട്ടിലുള്ളതായ പെറ്റിന് ആത്മാവില്ല, പൂച്ചയായിരിക്കും. അടുത്തിരിക്കുന്നവർ നോക്കാതെ എന്നെ നോക്കിയാട്ടെ. സ്തോത്രം. അതെ, നിങ്ങളുടെ പട്ടിക്കും പൂച്ചയ്ക്കും ആത്മാവില്ല, പക്ഷെ നിനക്കൊരു ആത്മാവുണ്ട്. ആ ആത്മാവിനെ രക്ഷിപ്പാൻ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഹല്ലേലൂയ. അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്, അത് ഭയങ്കര വിലയേറിയ ഒരു കാര്യമാണ്. അയ്യോ, ആരും മിണ്ടുന്നില്ല. ഓ, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ വിശ്വാസിയായി. നോ 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 നോ, അത് ഭയങ്കര വിലയേറിയ കാര്യമാണ്. ദൈവത്തിന് ഏറ്റവും വിലമുടക്കുണ്ടായത് നിന്റെ രക്ഷയാണ്. അബ്രഹാമാകാൻ ദൈവത്തിന് ഒരു വിലയും കൊടുക്കേണ്ടി വന്നില്ല. യാക്കോബ് ഇസ്രായേലാകാൻ ദൈവത്തിന് ഒരു വിലയും കൊടുക്കേണ്ടി വന്നില്ല. ഓ സ്തോത്രം. യബേസ് സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായി ഇയ്യോബ് ഇരട്ടിയായി അനുഗ്രഹിക്കപ്പെട്ടു. ഹിസ്കിയാവിൻ്റെ കാലത്ത് ഒരു ദൂതൻ ഇറങ്ങി 1,85,000 സിറിയൻ സൈന്യത്തെ വെട്ടിക്കൊന്നു. സോ പഴയ നിയമത്തിലെ ഓരോ അത്ഭുതങ്ങൾക്ക്, അടയാളങ്ങൾക്ക്, അനുഗ്രഹങ്ങൾക്ക്, ഭക്തന്മാരുടെ ഉയർച്ചകൾക്ക് ഒന്നിനും ഒരു വിലയും ദൈവത്തിന് കൊടുക്കേണ്ടി വന്നില്ല. എന്നാൽ കേൾക്കാം, നീ രക്ഷിക്കപ്പെടുവാൻ, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ. ഒരിക്കൽ കൂടെ, നിന്റെ പേര് ആധാർ കാർഡിലല്ല, റേഷൻ കാർഡിലല്ല, പാസ്പോർട്ടിലല്ല, ഇലക്ട്രൽ ID-യിലല്ല. ഒരു പിശാചിനും ഒരു മനുഷ്യനും ഒരു ഗവൺമെന്റിനും മായ്ച്ചു കളവാൻ കഴിയാത്ത ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരിനെ എഴുതുവാൻ ദൈവത്തിന് വലിയൊരു വില കൊടുക്കേണ്ടി വന്നു. കാരണം നിന്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് ഈ ലോകത്തിൽ അയച്ചത് കുറച്ച് സെറാഫിനെയല്ല, കെരൂബിനെയല്ല, ഏതോ ദൂതന്മാരെയല്ല. ദൈവത്തിന് ഒരേ ഒരു പുത്രനെ ഉണ്ടായിരുന്നുള്ളൂ. ആ പുത്രനെ ദൈവം ഈ ലോകത്തിലേക്ക് അയക്കുകയുണ്ടായി. സോ ആത്മാക്കളുടെ പിതാവ് നിന്റെ ആത്മാവിനെ രക്ഷിപ്പാൻ തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഒരിക്കൽ കൂടെ, ആത്മാക്കളുടെ പിതാവ് നീ രക്ഷിക്കപ്പെടുവാൻ തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. നോക്കിയേ, ഒരു സിമന്റ് പ്രതിമയും നിന്നെ രക്ഷിക്കുന്നില്ല. ഒരു വേളാങ്കണ്ണി നിനക്ക് വേണ്ടി മരിച്ചില്ല. ഒരു വെട്ടുകാടനെ നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. ഒരു കുരുത്തോല പെരുന്നാൾ നീ പങ്കുചേരുന്നത് കൊണ്ട് നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയത്തില്ല. ഒരു സ്തോത്രം കൊന്ത തള്ളുന്നത് കൊണ്ട്, കുംഭസാര പെട്ടിയുടെ മുൻപിൽ നീ മുട്ടുമടക്കുന്നത് കൊണ്ട് സ്വർഗം തുറക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് പകൽ ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം നസ്രയനായ യേശുവിൻ്റെ നാമം അത്രേ. വേദപുസ്തകം പറയുന്നു, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുന്ന സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. ഞാനല്ലാതെ ഒരു ദൈവവുമില്ലല്ലോ. നിന്റെ വീട്ടിൽ പോകാൻ പല വഴി കാണും, സ്വർഗത്തിൽ പോകാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഒരിക്കൽ കൂടെ നിന്റെ ഓഫീസിൽ പോകാനും പല വഴി കാണും. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിത്യതയിൽ സ്വർഗത്തിലെത്താൻ, മോക്ഷം പ്രാപിപ്പാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നരുളി ചെയ്ത യേശു എന്ന
മാർഗം. സ്തോത്രം. ആത്മാക്കളുടെ പിതാവ് അതേ കൃപയാൽ നിന്നെ രക്ഷിക്കുന്നു. പൊന്നും കുടമ്പോ പൊട്ടിച്ചത് കൊണ്ടല്ല, എവിടെയോ തേങ്ങ ഉടച്ചത് കൊണ്ടല്ല നീ രക്ഷിക്കപ്പെടുന്നത്, എവിടെയോ കതിനാവടി പൊട്ടിക്കുന്നത് കൊണ്ടല്ല, എവിടെയോ കർപ്പൂരം തെളിയിക്കുന്നത് കൊണ്ടല്ല നീ രക്ഷിക്കപ്പെടുന്നത്. നേർച്ചകൾ നിന്നെ രക്ഷിക്കുന്നില്ല, കാഴ്ചകൾ നിന്നെ രക്ഷിക്കുന്നില്ല, നീ അർപ്പിക്കുന്ന യാഗങ്ങൾ നിന്നെ രക്ഷിക്കുന്നില്ല. പക്ഷെ ഇന്ന് പകൽ എനിക്ക് പറയാനുള്ളത്, നീ അങ്ങോട്ട് അർപ്പിക്കണമെന്നല്ല, പരമയാഗമായി യേശു നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിന്മേൽ മരിച്ചത് കൊണ്ട് ആത്മാക്കളുടെ പിതാവ് നിന്നെ രക്ഷിക്കുന്നു. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. തിരുവചനം പറയുന്നു അവൻ ആത്മാക്കളുടെ പിതാവാണ്. വീണ്ടും വേദപുസ്തകം പറയുന്നു ദൈവം ഇസ്രായേലിൻ്റെ പിതാവാണ്. എവിടെയാണ് ഇസ്രായേലിൻ്റെ പിതാവെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്? യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം 9-ാം വാക്യം. ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. അവർ കരഞ്ഞും കൊണ്ടുവരും, യാചിക്കുന്നവരായി ഞാൻ അവരെ അടുക്കൽ കൊണ്ടുവരും. അവിടെ ഇറങ്ങിപ്പോകാത്ത നിരപ്പുള്ള വഴിയിൽ ഞാനവരെ നീർത്തോടുകരികെ നടത്തും. ഞാൻ ഇസ്രായേലിന് പിതാവും എഫ്രീമിൻ്റെ ആദ്യജാതനുമല്ലോ. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, ഇസ്രായേലിന് ദൈവം പിതാവാണ്. പറഞ്ഞാട്ടെ, ഇസ്രായേലിന് ദൈവം ആരാണ്? ഇസ്രായേലിന് ദൈവം പിതാവാണ്. ഹല്ലേലൂയ. ഹമാസിൻ്റെ ഏജന്റുമാർ എന്നെ കേൾക്കുന്നെങ്കിൽ, ഹിസ്ബുള്ളയുടെ കൊച്ചുമക്കൾ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ കേൾക്ക്. സ്തോത്രം. ദൈവം പറയുന്നു തൊട്ടുപോകല്ല, ഇസ്രായേലിനെ തൊട്ടുപോകല്ല, കാരണം എൻ്റെ ആദ്യജാതനാണ്. അതിപ്പോൾ അല്ല പറഞ്ഞത്, 4000 വർഷങ്ങൾക്ക് മുമ്പ് ഫറവോനോട് ദൈവം പറഞ്ഞു, എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്ക്. എൻ്റെ മകനാണ് ഇസ്രായേൽ. എൻ്റെ മകനാകുന്ന ഇസ്രായേലിനെ നീ പീഡിപ്പിച്ചാൽ എനിക്കത് കണ്ടിരിപ്പാൻ കഴിയത്തില്ല. ഓ ഹല്ലേലൂയ. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. എൻ്റെ മകനാകുന്ന ഇസ്രായേലിനെ പീഡിപ്പിച്ചാൽ ഞാൻ നോക്കിയിരിക്കത്തില്ല. അതാണ് വേദപുസ്തകത്തിൻ്റെ ചരിത്രം. ഒന്നാമത്തെ പുസ്തകമാകുന്ന ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ നോക്കുമ്പോൾ ദൈവം സൃഷ്ടിക്കുന്നവനാണ്, ദൈവം അനുഗ്രഹിക്കുന്നവനാണ്, ദൈവം ഉയർത്തുന്നവനാണ്, ദൈവം മാനിക്കുന്നവനാണ്. ഇതൊക്കെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ദൈവം സൃഷ്ടിക്കുന്നവനാണ്, ദൈവം അനുഗ്രഹിക്കുന്നവനാണ്, ദൈവം ഉയർത്തുന്നവനാണ്, ദൈവം യോസേഫിനെ പോലെ മാനിക്കുന്നവനാണ്. പക്ഷെ തൊട്ടടുത്ത പുസ്തകം പുറപ്പാട് പുസ്തകമാകുമ്പോൾ ഒരു ഗുണ്ടാ പരുവത്തിൽ കർത്താവ് ഇറങ്ങി നൽകിയ. അതുവരെ അവൻ വീട്ടിൽ സ്തോത്രം അപ്പനായിരുന്നു. എന്ത് തന്നെ അപ്പൻ, അനുഗ്രഹിക്കുന്ന അപ്പൻ, ഉയർത്തുന്ന അപ്പൻ, മാനിക്കുന്ന അപ്പൻ. പക്ഷെ പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്നപ്പോൾ അപ്പച്ചൻ്റെ മുഖഭാവം എല്ലാം മാറി, കൈലി മടക്കി കുത്തി ആ തെരുവിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരപ്പനെ പോലെ. ഓ കമാൺ, ബൈബിൾ വായിച്ചാലേ നാമയം പറയാൻ പറ്റത്തുള്ളൂ. അതെ, അപ്പച്ചൻ്റെ മുഖഭാവമൊക്കെ മാറി, അപ്പച്ചൻ വടിയൊക്കെ എടുത്ത് ആരുണ്ടടാ ഫറവോനെ ചോദിക്കാൻ എന്ന ഭാവത്തിൽ, എവിടെടാ ഫറവോനിക്ക് എന്ന ഭാവത്തിൽ അപ്പച്ചൻ മുഖഭാവമൊക്കെ മാറി പുറപ്പാട് പുസ്തകത്തിൽ ഇറങ്ങി നിൽക്കുക. എൻ്റെ തിരുവനന്തപുരം ബുദ്ധിയിൽ ഒരു ദിവസം ഞാൻ ചോദിച്ചു, അപ്പച്ച എന്താ സ്തോത്രം, എന്താ അപ്പച്ച നിന്റെ മുഖഭാവം മാറിയത്? അപ്പം കർത്താവ് പറഞ്ഞു, സുരേഷേ സ്തോത്രം, എൻ്റെ പിള്ളേരെ ചിലപ്പോൾ ഞാൻ തല്ലും. എൻ്റെ പിള്ളേരെ ഞാൻ തല്ലും, പക്ഷെ വേറെ വല്ലവനും തല്ലിയാലുണ്ടല്ലോ എനിക്കത് സഹിക്കത്തില്ല. വേറെ വല്ലവനും നാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തല്ലിയാലേ നിങ്ങളെ തൊടുന്നവർ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നു. ഇന്ന് പകൽക്കാലം വളരെ ഉത്തരവാദിത്വത്തോടെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിന്നെ തൊട്ടാൽ ചോദിക്കാനും പറയാനും ഒരുത്തൻ സ്വർഗത്തിലുണ്ടെന്ന്. യെസ് 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 ഒരിക്കൽ കൂടെ എല്ലാ ഇൻസെക്യൂരിറ്റി സ്പിരിറ്റും വിട്ടുപോകട്ടെ. എല്ലാ ഇൻസെക്യൂരിറ്റി സ്പിരിറ്റ്, എല്ലാ അനാഥ ആത്മാവ്, അനാഥത്വം, എല്ലാ ഇൻസെക്യൂരിറ്റി യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. രണ്ടുപേരെ തൊട്ട് പറയാം, എനിക്കൊരു ബാക്കപ്പ് ഉണ്ട്. പെട്ടെന്ന് പറഞ്ഞാട്ടെ. മൂത്തോക്കി പറയാം, എനിക്കൊരു ബാക്കപ്പ് ഉണ്ട്, എന്നെ ബാക്കപ്പ് ഉണ്ട്, എനിക്കൊരു ബാക്കപ്പ് ഉണ്ട്. ഞാൻ വരുന്നത് ഒറ്റയ്ക്കാണ്, പോകുന്നത് ഒറ്റയ്ക്കാണ്. എന്നെ നോക്കി ആർക്കും എന്തും പറയാം, എന്തും ചെയ്യാം. നടക്കത്തില്ല. ഞാൻ കേട്ടത് മാത്രമല്ല, ഞാൻ കേൾക്കാതെ എനിക്ക് പറയുന്നതും ഒരുവൻ കേട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എടാ ഫറവോനെ, ഇവൻ ആരെന്നറിയോ? ഇവൻ പഞ്ചായത്ത് വകയല്ല, ഇവൻ കോർപ്പറേഷൻ വകയല്ല, ഇവൻ എൻ്റെ മകനാ. ഇസ്രായേൽ എൻ്റെ മകനാ. എൻ്റെ മകനെ നീ എൻ്റെ മകനിട്ട് നീ പണിതാലുണ്ടല്ലോ, നിന്റെ ആദ്യ ജാതനിട്ട് ഞാനും പണിയും. പോയി. യെസ് എൻ്റെ മോനിട്ട് നീ പണിതാലുണ്ടല്ലോ, നിന്റെ ആദ്യജാതൻ അടുത്ത സിംഹാസനത്തിൽ ഇരിപ്പാൻ കാണത്തില്ല. ഇത് പകൽ ദൂതിതാണ്. ചിലതിൻ്റെ കൊമ്പിനെയല്ല ദൈവം വെട്ടുന്നത്, നിനക്കെതിരെ ഉയർന്നു നിൽക്കുന്ന പരതിനെ ദൈവം വേരോടെ പിഴുതെടുക്കുന്നു.
യെസ്, ആരാധിക്കുന്നത് നന്നായി ആരാധിക്കണം. കാരണം ഇന്ന് പകൽ നിന്നോട് എനിക്ക് പ്രവചിപ്പാൻ തരുന്ന ദൂത് ഇതാണ്: നിന്നെ പീഡിപ്പിക്കുന്ന ചിലത് ഇനി അവിടെ കാണത്തില്ലെന്ന്, നിന്നെ വേദനിപ്പിക്കുന്ന ചിലത് ഇനി അവിടെ ഉണ്ടാകത്തില്ലെന്ന്, നിന്നെ പീഡിപ്പിക്കുന്നത് അതവിടെ കാണത്തില്ല, നിന്നെ വേദനിപ്പിക്കുന്നത് അതവിടെ ഉണ്ടാകത്തില്ല. കാരണം യുദ്ധം നിന്റേതല്ല, യുദ്ധം ദൈവത്തിൻ്റെതത്രേ. നിന്നോട് പൊരുതുന്നവരോട് ദൈവം പൊരുതുന്നു, നിന്നോട് വാദിക്കുന്നവരോട് കമോൺ ദൈവം വാദിക്കുന്നു. ദൈവം നിന്റെ അപ്പനാണ്. ഇസ്രായേലിൻ്റെ ആദ്യജാതൻ, നീ എൻ്റെ ആദ്യജാനത്തിട്ട് പണിതാൽ നിന്റെ ആദ്യജാനം കാണുകയില്ല. സ്തോത്രം. എനിക്കൊരു പിതാവുണ്ട്, എനിക്കൊരു അപ്പനുണ്ട്. രണ്ടുപേരെ തൊട്ട് പറയും, എനിക്കൊരു അപ്പനുണ്ട്, എനിക്കൊരു അപ്പനുണ്ട്. വീണ്ടും വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അതെ, എവർലാസ്റ്റിംഗ് ഫാദർ. യെശയ്യാ 9:6 വായിക്കുമ്പോൾ അവൻ നിത്യപിതാവാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്തോ പിതാവാണ്? നിത്യപിതാ. ഞാൻ ഓർഡർ തെറ്റിച്ചാ പറയുന്നത്. കാരണം സ്തോത്രം, ഈ തെറ്റിക്കിടക്കുന്ന ഓർഡറുകളെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ലൈഫിൽ ഓർഡറാക്കുകയാണ്. ഓ, മനസ്സിലാക്കുന്ന ഒരാമേൻ പറഞ്ഞേ. ആഘാതങ്ങളും വിഘാതങ്ങളും വ്യക്തികളും സാധാനം സ്തോത്രം കയറി ഇറങ്ങി നിന്റെ ജീവിതത്തെ ഡിസോർഡറാക്കിയിരിക്കുന്നത് ഈ ദൂതിലൂടെ കർത്താവ് ഇന്ന് പകൽ അടുക്കി വച്ച് വിരൂപമായി കിടക്കുന്നതെല്ലാം അലങ്കാരമാക്കിയ, അലങ്കാരമായി കിടക്കുന്നതെല്ലാം സ്തോത്രം, അതെ, വിരൂപമായി കിടക്കുന്നതെല്ലാം അലങ്കാരമാകിയാണ്. ഒരിക്കൽ കൂടെ പറയാം, അലങ്കോലമായി കിടക്കുന്നതെല്ലാം പറ അലങ്കാരമാകിയാണ്. ഒരിക്കൽ കൂടെ, അലങ്കോലമായി കിടക്കുന്നതല്ല അലങ്കാരമാക്കിയാണ്. കാരണം അവൻ നിന്റെ നിത്യപിതാവാണ്. Wonderful Counselor, Mighty God and Everlasting Father. യെശയ്യാ 9:6 ഞാൻ പറഞ്ഞത്. അവൻ അത്ഭുതവാൻ, ആലോചനയിൽ കർത്താവ്. ഇംഗ്ലീഷിൽ 5 ഭാഗമാണ് എഴുതിയിരിക്കുന്നത്, മലയാളത്തിൽ 4 ഉള്ളൂ. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, മൂന്നാമത് നിത്യപിതാവ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്തോ പിതാവ്? നിത്യപിതാവ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്തോ പിതാവ്? നിത്യപിതാവ്. എന്ന് പറഞ്ഞാൽ ഇന്നലെ അവൻ ഉണ്ടായിരുന്നു, ഇന്നും അവനുണ്ട്, അവൻ നാളെയുണ്ട്. ഇന്നലെയും ഇന്നും നാളെ അവനുണ്ട്. മീനിങ് ദൈവത്തിന് ബലം ക്ഷയിക്കുന്നില്ല, ദൈവം വയസ്സാകുന്നില്ല, ദൈവം പെൻഷൻ പറ്റുന്നില്ല, ദൈവം തൻ്റെ പരിപാടി നിർത്തിയില്ല. ദൈവം ഇന്നലെ രോഗശാന്തിയുടെ ദൈവമെങ്കിൽ അവൻ ഇന്നും രോഗശാന്തിയുടെ ദൈവമാണ്, നാളെ അവൻ രോഗശാന്തിയുടെ ദൈവമാണ്. ദൈവം ഇന്നലെ അത്ഭുതങ്ങൾ ചെയ്തെങ്കിൽ ഇന്നും ദൈവം ചെയ്യുന്നു, അവൻ നാളെയും ചെയ്യുന്നു. ഇന്നലകളിൽ ദൈവം ഭക്തന്മാർക്ക് വേണ്ടി 10,000-കണക്കിന് ലക്ഷക്കണക്കിന് അത്ഭുതം ചെയ്ത പുസ്തകമാണ് ഇത്. ഇത് വിശുദ്ധ പുസ്തകമാണ്. അറ്റ് ദ സെയിം ടൈം സ്തോത്രം, ഇത് അത്ഭുതങ്ങളുടെ പുസ്തകമാണ്. ഹലോ, ഇത് അലമാരയിലല്ല നീ വയ്ക്കേണ്ടത്, മേശപ്പുറത്തല്ല നീ വയ്ക്കേണ്ടത്. ഇത് തുറന്ന് നീ വായിക്കുമ്പോൾ അബ്രഹാമും ഈസഹാക്ക് യാക്കോബിന്റെ ജീവിതത്തിൽ, അതേ, രാജാക്കന്മാരുടെ, പ്രവാചകന്മാരുടെ, പുരോഹിതന്മാരുടെ ജീവിതത്തിൽ ദൈവം അന്ന് പ്രവർത്തിച്ചത് വിരൽ തൊട്ട് പറ, ഇതെൻ്റെ ലൈഫിൽ നടക്കാൻ പോകുകയാണ്, ഇതെൻ്റെ കുടുംബത്തിൽ നടക്കാൻ വേണ്ടി പോകുകയാണ്. ഹല്ലേലൂയ. മനസ്സിലാക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. ബൈബിൾ തുറക്കുമ്പോൾ ഹല്ലേലൂയ, അന്ന് ദൈവം ചെയ്തത് ഇന്നും ചെയ്യാൻ ദൈവം ശക്തനാണ്. അന്ന് അവർക്ക് വേണ്ടി അവിടെ ദൈവം ചെയ്തെങ്കിൽ ഇന്ന് 4 പേർ കാണുക ദൈവം എൻ്റെ ജീവിതത്തിൽ ഇവിടെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. കാരണം എൻ്റെ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഹല്ലേലൂയ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്ന് മാത്രമല്ല നീ പറയുന്നത്, നിന്റെ പേരിൽ നാട്ടുകാർ പറയും യവന്റെ ദൈവം. യെസ്, ജീവിക്കുന്നവനാണ് യവന്റെ ദൈവം, വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ്. ഹല്ലേലൂയ. നിന്റെ പേരിൽ സ്തോത്രം, കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കുവാൻ പോകുന്നു. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അവൻ നിത്യപിതാവാണ്. മത്തായി 6:6 പറയുന്നു, ഹീസ് ദ ഫാദർ ഓഫ് സീക്രട്സ്. അവൻ രഹസ്യങ്ങളുടെ പിതാവാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്തോ പിതാവാണ്? പറ മക്കളെ,
അവൻ രഹസ്യങ്ങളെ പിതാവാണ്. അവൻ പരസ്യത്തിൽ മാത്രമല്ല പിതാവ്, അവൻ രഹസ്യങ്ങളെ പിതാവാണ്. മത്തായി 6:6 വായിച്ചാട്ടെ. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. സ്തോത്രം. അടുത്തിരിക്കുന്നവർ നോക്കി പറ, രഹസ്യത്തിലെ പിതാവ്, രഹസ്യത്തിലുള്ള നിന്റെ പിതാവ്, ഫാദർ ഓഫ് സീക്രട്ട്. പറഞ്ഞോ, ഒരിക്കൽ കൂടെ പറ. ഞാൻ കണ്ടില്ല നിങ്ങൾ പറഞ്ഞത്. സ്തോത്രം. രഹസ്യത്തിലുള്ള പിതാവ്, രഹസ്യത്തിലുള്ള പിതാവ്, നിന്റെ രഹസ്യങ്ങളെ അറിയുന്ന പിതാവ്. പോസിറ്റീവായി ഞാൻ പറയട്ടെ, നിന്റെ ഉള്ളിലുള്ള തേങ്ങലുകളെ അറിയുന്ന പിതാവ്. കൂടെ പാർക്കുന്നവരറിഞ്ഞില്ല, ഭർത്താവ് അറിഞ്ഞില്ല, പക്ഷേ ആ തേങ്ങലുകൾ അറിയുന്ന ഒരു പിതാവുണ്ട്. രഹസ്യത്തിലെ കണ്ണുനീർ കാണുന്നവനായ പിതാവ്. ബാത്റൂം അടച്ച് കരയുന്ന ആരോ വന്നിട്ടുണ്ട്. ബാത്റൂമിൽ നിന്ന് കരയുന്ന ആരോ വന്നിട്ടുണ്ട്. രാത്രി ബെഡ്റൂമിൽ ബെഡ്ഷീറ്റ് കടിച്ച് പിടിച്ച് ഞാൻ കരയുന്നത് ആരും കേൾക്കല്ല എന്ന് പറഞ്ഞ് കരഞ്ഞ ആരോ ഇന്ന് പകൽ വന്നിട്ടുണ്ട്. രഹസ്യത്തിൽ കരയുന്നവർ കേൾക്ക്. എൻ്റെ പുത്തോക്കി, രഹസ്യത്തിൽ നിൻ്റെ കണ്ണുനീർ കാണുന്നവൻ, രഹസ്യത്തിൽ നിൻ്റെ ദുഃഖം മനസ്സിലാക്കുന്ന, ഹീസ് ദ ഫാദർ ഓഫ് സീക്രട്ട്. നിൻ്റെ രഹസ്യത്തിൻ്റെ നിൻ്റെ കണ്ണുനീർ കാണുന്നവനായ പിതാവ്. പക്ഷെ ആ രഹസ്യത്തിൽ നീ കരഞ്ഞു എങ്കിൽ, രഹസ്യത്തിൽ പ്രാർത്ഥിച്ചു എങ്കിൽ, എത്ര നാൾ പ്രാർത്ഥിച്ചു നമുക്കറിയില്ല, മറന്നുപോയി. എത്ര നാൾ ഉപവസിച്ചു അറിയത്തില്ല. പക്ഷെ ഞാൻ പറയട്ടെ, രഹസ്യത്തിൽ കരഞ്ഞ നിനക്ക് പരസ്യത്തിൽ ഒരു മറുപടിയുണ്ട്. രഹസ്യത്തിൽ പ്രാർത്ഥിച്ച നിനക്ക് പരസ്യത്തിൽ ഒരു മറുപടിയുണ്ട്. ഏലിയാവ് 3.5 വർഷം രഹസ്യമായി പ്രാർത്ഥിച്ചു. ഏലിയാവ് 3.5 വർഷം രഹസ്യത്തിൽ പ്രാർത്ഥിച്ചു. ഭോജനയാഗമാകുമ്പോൾ അർത്ഥം പരസ്യത്തിൽ 3.5 മിനിറ്റ് പ്രാർത്ഥിച്ചു. കർവേലിൻ്റെ മുകളിലെ സ്തോത്രം പൊളിഞ്ഞു കിടന്ന യാഗപീഠം പണിതിട്ടെ ഒരു സഹോദരൻ മനസ്സിലായി. കർമേലിൻ്റെ മുകളിലെ പൊളിഞ്ഞു കിടന്ന യാഗപീഠം പണിതിട്ടെ അറ്റ് ദ ടൈം ഓഫ് മീൽ ഓഫറിങ്, ഭോജനയാഗത്തിൻ്റെ നേരത്ത് 3.5 മിനിറ്റാണ് ഏലിയാവ് പ്രാർത്ഥിച്ചത്. 3.5 മിനിറ്റ് പ്രാർത്ഥിച്ചപ്പോൾ ആ റെഡിമെയ്ഡ് പ്രാർത്ഥനയ്ക്കല്ല ദൈവം മറുപടി കൊടുത്തത്. ആൾറെഡി രഹസ്യത്തിൽ 3.5 വർഷം അവൻ പ്രാർത്ഥിച്ചു. ഇന്ന് പകൽ ദീർഘമായി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവരോട് കർത്താവ് പറയുന്നു, ദീർഘമായി രഹസ്യത്തിൽ കരയുന്നവരോട് കർത്താവ് പറയുന്നു, പരസ്യത്തിൽ ഞാൻ നിന്നെ മാനിക്കാൻ വേണ്ടി പോകുകയാണ്. തുറച്ചു നോക്കുന്ന സ്തോത്രം അശ്ശേര പ്രവാചകന്മാരുടെ മുൻപിൽ, ബാലിൻ്റെ പ്രവാചകന്മാരുടെ മുൻപിൽ, ഇന്നത്തെ പോലെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ക്യാമറയ്ക്ക് നിഷേധിപ്പാൻ കഴിയാത്ത, ഒരു കണ്ണിന് നിഷേധിപ്പാൻ കഴിയാത്ത, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആമയും പറഞ്ഞേ, ഒരു മനുഷ്യനെ നിഷേധിപ്പാൻ കഴിയാത്ത, അതങ്ങനെ അല്ല എന്നാർക്കും പറയാതെ അതങ്ങനെയാണേ എന്നെല്ലാവരെയും കൊണ്ട് പറയിക്കത്തക്ക രീതിയിൽ പ്രത്യക്ഷമായി കർത്താവ് തൻ്റെ മറുപടിയെ നിന്നിലേക്ക് അയക്കുവാൻ പോകുന്ന. കാരണം രഹസ്യത്തിൽ കരയുന്ന നിനക്ക് പരസ്യത്തിൽ മറുപടി തരുന്നവനാണ് ദൈവം. രഹസ്യത്തിൽ കരയുന്ന നിന്നെ പരസ്യ കോലമാക്കാതെ അവൻ പരസ്യമായി മാനിപ്പാൻ പോകുന്നു. മക്കളെ, നിനക്കൊരപ്പനുണ്ട്. ടൈറ്റിൽ അതാണ്. ശബ്ദം ഉയർത്തി പറ, എനിക്കൊരു അപ്പനുണ്ട്. ഞാൻ ഗ്യാരണ്ടിയായി പറയട്ടെ, സ്തോത്രം. നിനക്കൊരപ്പനുള്ളത് കൊണ്ട് നിൻ്റെ സ്കൂളിൽ, നിൻ്റെ ബന്ധുക്കളുടെ നടുവിൽ, നിൻ്റെ ക്ലാസ്സിൽ, മറ്റുള്ളവരുടെ മുൻപിൽ പരസ്യമായി ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നു. അങ്കിൾ സുരേഷ് ബാബു നല്ലൊരു ഞായറാഴ്ചയായി കത്രിമേശി മുന്നിൽ വെച്ച് വന്ന് ഇളക്കാതെ എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ഞാൻ സാക്ഷ്യമാണ് പറയുന്നത്. ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ച മലയൻകീഴ് BHSലാണ്. മലയൻകീഴ് BHSൽ പഠിച്ച ആരെങ്കിലും വന്നിട്ടുണ്ടോ? മലയൻകീഴ് BHSൽ, മലയൻകീഴ് BHS, മലയൻകീഴ് റിയലി മലയൻകീഴ് BHS. താങ്ക് യു, വെൽക്കം ടു ദ ക്ലബ്. ഒരാളുണ്ട്. 8ാം ക്ലാസ് വരെ ഞാൻ പഠിച്ച അവിടെയാണ്. സ്തോത്രം. ആ സ്കൂൾ പൂട്ടിയിട്ടില്ല കേട്ടോ, ഇപ്പോഴും ഉണ്ട്.
കാരണം ഉറങ്ങിയിരുന്ന ആൻറ്റി കണ്ണു തുറന്ന് ചോദിച്ചു, സ്തോത്രം, അതിപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്. അന്ന് ഞങ്ങൾ വിളിച്ചിരുന്നത് ആനപ്പാറ പള്ളിക്കൂടം, റൈറ്റ്? സ്തോത്രം. ക്രിസ്ത്യാനികൾ വളരെ കുറവായിരുന്നു ആ ക്ലാസ്സിൽ, 2-3 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് സ്തോത്രം പല ഞെരുക്കമുണ്ടായിരുന്നു, പരിഹാസം ഉണ്ടായിരുന്നു, പരിഹാസ പാട്ടുകളുണ്ടായിരുന്നു. മാത്രമല്ല ഒരുവിധം നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് ആ ക്ലാസ്സിൽ പോകുന്നത് കൊണ്ട് അതുകൊണ്ടുള്ള ചൊറിച്ചൽ അന്നുമുണ്ട് ഇന്നുമുണ്ട്. കാരണം ഈ കുഞ്ചുക്കുറുപ്പിനെ പോലെ കിട്ടുഅമ്മാവനെ പോലെ ഇങ്ങനെ വല്ലാത്ത രീതിയിലാണെങ്കിൽ എല്ലാ ചേച്ചിമാർക്ക് എന്താ ചെയ്യാമേ. കാരണം ഞാൻ നിൻ്റെ വകയല്ല, അവൻ്റെ വകയായതുകൊണ്ട് അവൻ്റെ സ്റ്റാൻഡേർഡിലാണ് ദൈവം എന്നെ നോക്കുന്നത്. അതുകൊണ്ട് ഒരു നന്നായിട്ട് ഇങ്ങനെ സ്കൂളിൽ പോകുന്നത് കൊണ്ട് അമ്മ ഒരു ഭയങ്കര പ്രശ്നമായിരുന്നു. എല്ലാ ദിവസം വീട്ടിൽ ചെല്ലുമ്പോൾ ഷർട്ടിൻ്റെ ബാക്കിലിങ്ങനെ മഷിയിരിക്കും. കാരണം ഇങ്ങനെ 2ാമത്തെ റോ 1ാമത്തെ സീറ്റാണ് എൻ്റെ സീറ്റാണ്. 2ാമത്തെ റോ 1ാമത്തെ സീറ്റ് വന്നിരിക്കുക എൻ്റെ സീറ്റിൽ. ആ സീറ്റിലിങ്ങനെ ചാരിയിരിക്കുമ്പോൾ ബാക്കിലത്തെ ഡെസ്കിൽ ചാരി കഴിയുമ്പോൾ 3ാമത്തെ റോയിലും 4ാമത്തെ റോയിലും ഇരിക്കുന്ന ചില പിന്നിൽ നിന്ന് കുത്തുന്നവരുണ്ട്. കയ്യുയർത്തണ്ട, കേട്ടിരുന്നാൽ മതി. ഈ പിന്നിൽ നിന്ന് കുത്തുന്ന അവന്മാർ പേന തുറന്നിട്ടിങ്ങനെ സ്തോത്രം പെൻ വെക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചാരി ഇരിക്കുമ്പോൾ ഷർട്ടിലിങ്ങനെ മഷി പടരും. അപ്പം എൻ്റെ മമ്മി ഭയങ്കര സ്ട്രിക്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പം മഷിയുമായിട്ട് ചെല്ലുമ്പോൾ മമ്മി വഴക്ക് പറയും, ചിലപ്പോൾ തല്ലുകയും ചെയ്യും. നമ്മളെന്ത് ചെയ്യും? അവസാനത്തെ പരീക്ഷയായി PHS 8ാം ക്ലാസ്സിൽ അവസാനത്തെ പരീക്ഷ. ഇവരെനിക്ക് നല്ലൊരു ഫെയർവെൽ തരാൻ ആഗ്രഹിച്ചു. നല്ലൊരു ഫെയർവെൽ. ഒരു 10-15 പേരുണ്ടായിരുന്നു. അവന്മാരെല്ലാവരും കൂടെ മാത്സിൻ്റെ പരീക്ഷ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഇന്നലത്തെ പോലെ ഓർക്കുന്നു. ആ മരത്തിൻ്റെ ചുവട്ടിൽ സതീഷ് കുമാർ, അങ്ങനെ ഞാൻ നിങ്ങളെ പേരല്ല പറഞ്ഞത്, യെസ്, സുകുമാരൻ, വിജു VR, അനിൽകുമാർ, നല്ല പേരാ അനിൽ, സ്തോത്രം, ഇങ്ങനെയുള്ള കുറേ പാർട്ടികൾ എന്നെ കാത്തിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അവസാനം പരീക്ഷ എഴുതി ഇറങ്ങിയത് ഞാനാണ്, പക്ഷേ യുവമാർ നേരത്തെ ഇറങ്ങിയത്. എന്തിനാ കാത്തിരുന്നത്? അവന്മാരെ കാത്തിരുന്നു, എന്നെ കാത്തിരിക്കുകയായിരുന്നു. നല്ലൊരു ഫെയർവെൽ തന്നു. വളഞ്ഞിട്ട് തല്ലി, ഷർട്ട് വലിച്ചു കീറി, 3-4 ബട്ടൺസ് പോയി. സ്തോത്രം, ശരീരം മുഴുവൻ മണ്ണായി. ഒരു വല്ലാത്ത പേക്കോലത്തിൽ വീട്ടിൽ വന്ന് കയറി. അപ്പച്ചനുണ്ട്, എൻ്റെ മമ്മിയുടെ ഫാദറുണ്ട്. അപ്പച്ചനെ ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. മമ്മി വരുന്നത് വരെ അപ്പച്ചൻ കാത്തിരുന്നു, ഷർട്ട് മാറല്ലെന്ന് പറഞ്ഞു. മമ്മി സ്കൂളിൽ നിന്ന് വന്നപ്പോഴേക്കും തലം മാറി. എൻ്റെ മമ്മി എന്നെയും കൊണ്ട് അവന്മാരെ മുഴുവൻ പേരുടെയും വീട്ടിൽ കയറി ഇറങ്ങി. നാട്ടുകാരെല്ലാം ഞങ്ങളുടെ കൂടെ നടന്നു. നിങ്ങൾക്ക് പിള്ളേരുണ്ടെങ്കിൽ വല്ലോനും അല്ല തല്ലേണ്ടത്. സൺഡേ സ്കൂളാകട്ടെ, സഭയാകട്ടെ, വല്ലവനുമല്ല നിൻ്റെ പിള്ളേരെ തല്ലേണ്ടത്. മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്. സ്തോത്രം. അവസാനം 8 മണിയായി. അവസാനത്തെ ആളിൻ്റെ വീട് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ ദേശം ഇളകി, പ്രശ്നമായി. ഞങ്ങൾ കിള്ളി കാട്ടാക്കടയ്ക്ക് താമസം മാറി. വർഷങ്ങൾ പലത് കഴിഞ്ഞു. 17ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. സ്തോത്രം. 18ാമത്തെ വയസ്സ് വല്ല പ്രസംഗിച്ചു തുടങ്ങി. 27ാമത്തെ വയസ്സിൽ യൂറോപ്പിലെത്തി. അതേ വർഷം 27ാമത്തെ വയസ്സിൽ അമേരിക്കയിലെത്തി. PC നാക്കിനെ പ്രസംഗിച്ചു. 2 മാസം അമേരിക്കയിൽ സഞ്ചരിച്ചു. എന്നിട്ട് സ്തോത്രം, ട്രിവാൻഡ്രം എയർപോർട്ടിൽ അമേരിക്കയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ പപ്പ വിളിച്ചു പറഞ്ഞു, എടാ വന്ന അന്ന് തന്നെ നീ എന്നെ വന്ന് കാണണം, 2 മാസമായി നിന്നെ കണ്ടിട്ട്. സോ അന്നിറങ്ങി. ജെറ്റ് ലാഗ് ഉണ്ട്, പക്ഷേ എങ്കിലും സ്തോത്രം അന്ന് തന്നെ പപ്പനും കൂടെ വന്ന് മലയം വഴി സ്തോത്രം അതെ കിള്ളിയിലേക്ക് പോകുമ്പോൾ നല്ല ദാഹം തോന്നി. തിമിരിച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയൊരു കടയുണ്ട്. ആ കടയിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി നാരങ്ങ വെള്ളവും പാളയംതൊടൻ പഴവും ആരുടെയിൽ വായിൽ വെള്ളമുറിയെങ്കിൽ സ്തോത്രം അത് മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച ആ കടയിൽ നിർത്തി ആ കടയിലേക്ക് നടന്നു പോയപ്പോൾ വലത് കവളിൽ നല്ല ആഴത്തിൽ മുറിവുള്ളതായ ഒരുത്തനെ കണ്ടപ്പോൾ മനസ്സിലായി, ചേടാ ഇവനാണല്ലോ ആ 18 കമ്പനിയുടെ കൂടെ ഉണ്ടായിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് മറ്റേ ഫെയർവെൽ തന്നില്ലേ, അതിൽ വിജു VR, ഇതാ നിൽക്കുന്നത്.
ആദ്യം ഞാൻ ആരെന്ന് എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയില്ല. ഞാൻ കയറി ചെന്നപ്പോൾ അമേരിക്കൻ ഗ്ലാമറൊക്കെ ഉണ്ട്, നല്ല കാറാണ്. സ്തോത്രം. കയറി ചോ, സർ സർ എന്താ വേണം സർ? നാരങ്ങയുള്ള വിളിക്കട്ടെ, കുറച്ചുകൂടെ വിളിക്കട്ടെ സർ. അടുത്ത പഴം, പൈസ കൊടുത്തു സർ. ഭയങ്കര ഭവ്യതയോടെ എല്ലാം കഴിച്ച് ബാലൻസ് ഒക്കെ മാറ്റിയിട്ട് ഞാൻ ചോദിച്ചു, ബിജു എന്നല്ലയോ പേർ? ആണല്ലോ സർ. ഞെട്ടി, ആണല്ലോ സാറിനെ എങ്ങനെ എന്നെ അറിയാം? ചിലരെ എങ്ങനെ മറക്കാനാ? ചിലർ ചാകാതിരിക്കുന്നത് നിന്റെ നന്മ കാണാൻ വേണ്ടിയാണ്. ശത്രുക്കളുടെ പിൻപിലല്ല, ശത്രുക്കളുടെ മുൻപിലാണ് ദൈവം മേശ ഒരുക്കുന്നത്. സ്തോത്രം. പൈസ കൊടുത്തു. അവസാനം പറഞ്ഞു, എന്നെ മനസ്സിലായില്ല അല്ലേ? ഇല്ല. ഞാൻ പറഞ്ഞു, ഓർക്കുന്നുണ്ട് ടീച്ചറിൻ്റെ ഒരു മകൻ പണ്ട് സ്കൂളിൽ പഠിക്കുമായിരുന്നു, ടീച്ചറിൻ്റെ മോൻ എന്നറിയപ്പെടുന്ന ഒരു മോൻ, സുരേഷ്. ഓ, സുരേഷ് ബാബു. യെസ്. എവിടെ നിന്നാണ് വരുന്നത്? എവിടെ താമസിക്കും? ഞാൻ താമസിക്കുന്ന എവിടെയാ? എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ അമേരിക്കയിലായിരുന്നു. ഓ, നമ്മുടെ അമേരിക്കയിൽ. അവൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടു. തല ഉയർത്തി നോക്കുവാൻ ദൈവം നിൻ്റെ താഴ്വരയിൽ നിന്ന് അപ്പൻ നിൻ്റെ കൈക്ക് പിടിക്കുന്നു. മറ്റുള്ളവർ നിന്നെ തല ഉയർത്തി നോക്കുവാൻ. കമോൺ, ആരാ ഏറ്റെടുക്കുന്നേ? നിന്റെ ക്ലാസ്സിലൊരുവർ നിന്റെ തല ഉയർത്തി നോക്കുവാൻ, നിന്നെ പഠിപ്പിച്ച അധ്യാപകർ പോലും തല ഉയർത്തി നോക്കുവാൻ കർത്താവ് നിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു. പകയ്ക്കുന്നവന്റെ വായ ദൈവം മിണ്ടാതാക്കുന്ന ദിവസങ്ങളാണിത്. രണ്ട് കരങ്ങൾ ഉയർത്തി പറ, എനിക്കൊരു അപ്പനുണ്ട്. ഒരു പക്ഷേ ഈ ദൂത് ഇൻകംപ്ലീറ്റ് ആയിരിക്കാം, പക്ഷേ എങ്കിലും ദൈവം നിങ്ങളെ തൊടുമാറാകട്ടെ. 68-ാം സങ്കീർത്തനം 5-ാം വാക്യം പറയുന്നു, ഈസ് എ ഫാദർ ഓഫ് ഓർഫൻസ്. 68-ാം സങ്കീർത്തനം 5-ാം വാക്യം, ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ, ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, അനാഥർക്ക് പിതാവ്, വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു. ഒരിക്കൽ കൂടെ, ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവാകുന്നു. കുട്ടി, നിൻ്റെ അപ്പൻ മരിച്ചു പോയെങ്കിൽ, നിൻ്റെ അപ്പൻ്റെ ഭാഗം സ്തോത്രം ഒഴിഞ്ഞു കിടക്കുന്നു എങ്കിൽ, ആ ഭാഗത്ത് നിറച്ച് ഒരു അപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ നിന്റെ ജീവിതം മുന്നോട്ട് പോകും? അതിനേക്കാൾ ചെമ്മായി, അതിനേക്കാൾ നന്മയായി, ഞാൻ പറഞ്ഞ തമിഴായിപ്പോയി, അതിനേക്കാൾ നന്മയായി ഒരപ്പൻ, ഏറ്റവും നല്ലൊരപ്പൻ ജീവിച്ചിരുന്നാൽ എങ്ങനെ കാര്യം നടക്കും എന്നതിനേക്കാൾ ഉപരിയായി ദൈവം തന്നെ നടത്താൻ പോകുന്നു. കാരണം ഈ ലോകത്തിലെ അപ്പൻ എണ്ണിത്തരും, അളന്നു തരും. ഒരിക്കൽ കൂടെ, ഈ ലോകത്തിലെ അപ്പൻ എണ്ണിത്തരും, അളന്നു തരും. എന്നാൽ സ്വർഗത്തിലെ അപ്പൻ അളക്കാതെ തരും. രണ്ടുപേരും തൊട്ട് പറഞ്ഞാട്ടെ, അളക്കാതെ നൽകുന്ന ഒരു അപ്പനുണ്ട്. പറഞ്ഞേ, അളക്കാതെ നൽകുന്ന ഒരു അപ്പനുണ്ട്. ഉൽപ്പത്തി 21 വീട്ടിൽ പോയി നോക്കിയോ, ഇപ്പോൾ വായിച്ചോ, ഇപ്പം എന്നെ നോക്കിയിരിക്കുക. സ്തോത്രം. രാവിലെ എഴുന്നേറ്റ് ഇസ്മായിലിനെ പുറത്താക്കാൻ അബ്രഹാം വട്ടം കൂട്ടുകയാണ്. കുറച്ച് അപ്പം എടുത്ത് എണ്ണി പാക്ക് ചെയ്ത് കൊടുത്തു. ഒരു തുരുത്തി വെള്ളം കൊടുത്തു, അളന്ന് വെള്ളം കൊടുത്തു. ഒരു തുരുത്തി വെള്ളം, എല്ലാവരും പറഞ്ഞാട്ടെ, ഒരു തുരുത്തി വെള്ളം അളന്ന് കൊടുത്ത് അവനെ കിക്ക് ഔട്ട് ചെയ്തു. കോണ്ടസ്റ്റ് ഇതാണ്. സ്തോത്രം. ഇതാണ് അനാഥനായി ആ ചെറുക്കൻ്റെ കൈക്ക് പിടിച്ച് സ്തോത്രം ആ മരുഭൂമിയിൽ, ബെർശേബ മരുഭൂമിയിലൂടെ ഹാഗർ കടന്നു പോയി. മനുഷ്യൻ അളന്ന് തരുന്നത് നിൻ്റെ വഴിയാത്രയെ തീർന്നു പോകും. ഓ കമാൻ, ഹല്ലേലൂയ. വേറെ ആരെങ്കിലും പ്രസംഗിക്കുക, ഞാനൊന്ന് ആരാധിക്കട്ടെ. മനുഷ്യൻ അളന്ന് തരുന്നത്, മനുഷ്യൻ എണ്ണിത്തരുന്നത് നിൻ്റെ വഴിയാത്രകൾ തീർന്നു പോകും. മനുഷ്യൻ എണ്ണിത്തരുന്നത്, അളന്ന് തരുന്നത് തീർന്നു പോകും. എന്നാൽ വേദ പുസ്തകം പറയുന്നു, അതെ സ്തോത്രം, തുരുത്തിയിലെ വെള്ളം തീർന്നപ്പോൾ
കുറുങ്കാട്ടിൽ ആ കുട്ടിയെ ഇട്ടു. ദാറ്റ് മീൻസ് മുള്ള ഉള്ള ആ ചെടിയുടെ കീഴിൽ ആ ചെറുക്കനെ ഇട്ടു. ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. കേക്ക്, രണ്ടുപേർ സൈമൾട്ടേനിയസായി നിലവിളിക്കുക. ഒരു വശത്ത് ആരോഗ്യമുള്ള ഹാഗർ നിലവിളിക്കുന്നു, മറ്റൊന്ന് അബോധാവസ്ഥയിൽ കിടക്കുന്നതായ ചെറുക്കൻ നിലവിളിക്കുന്നു. എന്നാൽ വേദപുസ്തകം ആവർത്തിച്ച് പറയുന്നു, ഞാൻ ബാലൻ്റെ നിലവിളി കേട്ടു. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് അമ്മയുടെ നിലവിളി കേട്ടില്ല? കർത്താവ് പറഞ്ഞു, അമ്മയ്ക്ക് ആ മരുഭൂമിയിൽ നിന്ന് പുറത്തു വരാൻ ആരോഗ്യമുണ്ട്. അമ്മയ്ക്ക് ആ മരുഭൂമിയിൽ നിന്ന് പുറത്തു വരാൻ ആരോഗ്യമുണ്ട്. അമ്മയ്ക്ക് ആ മരുഭൂമിയിൽ നിന്ന് പുറത്തു വരാൻ ത്രാണിയുണ്ട്. പക്ഷേ അനാഥനായ ചെറുക്കന് നോക്ക്, രാവിലെ അപ്പനവനെ ഉപേക്ഷിച്ചു, ഉച്ചയ്ക്ക് ശേഷമായപ്പോൾ അമ്മയും ഉപേക്ഷിച്ചു. എന്നാൽ ദൈവം പറഞ്ഞു, എനിക്ക് അവരെ ഉപേക്ഷിപ്പാൻ കഴിയത്തില്ല. നോ വേ, എനിക്കവരെ ഉപേക്ഷിപ്പാൻ കഴിയത്തില്ല. ഞാൻ ഉപേക്ഷിക്കുന്നവനല്ല, മനുഷ്യൻ ഉപേക്ഷിക്കുന്നതിനെ ഞാൻ ചേർത്ത് പിടിക്കുന്നവനാണ്. കമാണ്, ആരോ നോക്കി ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, ഒരു റിജക്ഷൻ, സ്തോത്രം, നിന്റെ ലൈഫിൽ മനുഷ്യൻ അടിച്ചേൽപ്പിച്ചു എങ്കിൽ, നിന്റെ ജീവിതത്തിൽ മനുഷ്യൻ ഒരു റിജക്ഷൻ, ഒരു തിരസ്കരണം അടിച്ചേൽപ്പിച്ചുവെങ്കിൽ, സ്വർഗത്തിലെ ദൈവം അതിനെ ചേർത്ത് പിടിക്കുകയാണ്. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. ബാലന്റെ നിലവിളിയെ ദൈവം കേട്ടു. ദൈവം ബാലന്റെ നിലവിളി കേട്ടിട്ട് കിലോമീറ്ററോളം ആഴത്തിൽ കിടന്നതായ ആ ഉറവയെ ദൈവം തുറന്ന് മരുഭൂമിയിൽ കൊണ്ടുവന്നു. സ്തോത്രം. അതെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, അങ്ങളെ അത് പൊങ്ങി വരത്തില്ല. അത് ആരുടെ കാലത്തും പൊങ്ങി വന്നിട്ടില്ല. അത് ആഴത്തിൽ കിടക്കുന്നു എന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ, ഈ കള്ളം പറയാത്ത ഈ സത്യ വേദപുസ്തകം പറയുന്നു, ആരുടെ മുൻപിലും പൊങ്ങി വന്നിട്ടില്ലാത്തത് അനാഥരുടെ പിതാവ് സൂപ്പർ നാച്ചുറലി നിന്റെ ജീവിതത്തിൽ തുറന്നു നൽകാൻ പോകുകയാണ്. അബ്രഹാം അളന്നാണ് കൊടുത്തത്, എന്നാൽ മരുഭൂമിയിൽ ഉറവ തുറന്നവനായ ദൈവം അളക്കാതെ കൊടുത്തു. ഓ കമാൺ, ഒരിക്കൽ കൂടെ. അബ്രഹാം ആ വെള്ളം അളന്നാണ് കൊടുത്തത്, എന്നാൽ മരുഭൂമിയിൽ ദൈവം അളക്കാതെ കൊടുത്തു എങ്കിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹല്ലേലൂയ, നിന്റെ വിവാഹമാകട്ടെ, നിന്റെ ഭാവിയുടെ അഡ്മിഷൻ ആകട്ടെ, നിന്റെ ഓരോ ക്ലാസ്സുകളാകട്ടെ, ഇൻ ദ നെയിം ഓഫ് ജീസസ് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാണ്. ഓ ഹല്ലേലൂയ. അനാഥരുടെ പിതാവാകുന്ന കർത്താവ് ഐശ്വര്യമായി, അനുഗ്രഹമായി ദൈവത്തിന്റെ കൃപയാൽ നിന്നെ മാനിക്കുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ആരാധിച്ചേ. 2 കൊരിന്ത്യർ 1:3 പറയുന്നു, ഹീസ് ദ ഗാഡ് ഓഫ് ഓൾ കംഫേർട്സ്. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ സർവ ആശ്വാസങ്ങളുടെ പിതാവ്. 2 കൊരിന്ത്യർ 1:3, മനസ്സലിവുള്ള പിതാവ്, സർവ ആശ്വാസം നൽകുന്ന ദൈവമായി. സ്തോത്രം. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു, ദ ഫാദർ ഓഫ് ഓൾ കംഫേർട്സ്. സ്തോത്രം. അതെ, ചില ട്രാൻസ്ലേഷൻ പറയുന്നു, ഫാദർ ഓഫ് ഓൾ കംഫേർട്സ്, ആശ്വാസങ്ങളുടെ പിതാവ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ആശ്വാസങ്ങളുടെ പിതാവ്. ഒരിക്കൽ കൂടെ. നിന്റെ വീട്ടിൽ അപ്പൻ വരുന്ന ആശ്വാസം കെടുത്താൻ വേണ്ടിയായിരിക്കും. നരകത്തിൽ നിന്ന് സാത്താൻ വരുന്നത് പോലെയായിരിക്കാം, സ്തോത്രം, നിന്റെ അപ്പൻ വീട്ടിലേക്ക് കയറി വരുന്നത്. നിനക്ക് പേടിയാണ്, അപ്പനെ കാണുന്ന നിനക്ക് ഭയമാണ്. സ്തോത്രം. ഒരു വിനാശകനായ ഒരു ടൊർണാഡോ പോലെയായിരിക്കാം, സ്തോത്രം, കുട്ടിയെ നിന്റെ വീട്ടിൽ നിന്റെ അപ്പൻ വരുന്നത്. പക്ഷേ ഈ അപ്പൻ വരുന്നത് ടൊർണാഡോ ആയിട്ടല്ല, മന്ദമാരുതനായിട്ടാണ്, കൊടുങ്കാറ്റായിട്ടല്ല, ആശ്വാസപ്രദനായിട്ടാണ് വരുന്നത്. അവൻ നിന്നെ ആശ്വസിപ്പിക്കുന്നു. നമുക്ക് ശരീരത്തിൽ നിനക്കൊരാശ്വാസമില്ലെങ്കിൽ, നിൻ്റെ ശരീരത്തെ തൊട്ട് അവൻ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ റിസീവ് യുവർ ഹീലിംഗ്. 107-ാം സങ്കീർത്തനം 20-ാം വാക്യം പറയുന്നു, അവൻ വചനമയച്ച് സൗഖ്യമാക്കുന്നു. 103-ാം സങ്കീർത്തനം 3-ാം വാക്യം പറയുന്നു, എല്ലാ രോഗങ്ങളെ അവൻ സൗഖ്യമാക്കുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 2:24 പറയുന്നു, അവൻ്റെ ആടി പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ ആടി പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കാരണം അവൻ ആശ്വാസങ്ങളുടെ പിതാവാണ്. ഹല്ലേലൂയ. വീണ്ടും വേദപുസ്തകം പറയുന്നു, യോഹന്നാൻ സുവിശേഷം 17:25 വായിക്കുമ്പോൾ, യോഹന്നാൻ 17:25 വായിക്കുമ്പോൾ, അവൻ നീതിയുള്ള പിതാവാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, അവൻ എങ്ങനെയുള്ള പിതാവ്? അവൻ നീതിയുള്ള പിതാവാണ്. അവൻ നീതിയുള്ള പിതാവാണ്. അയ്യോ, പോലീസ് സ്റ്റേഷനിൽ പോയി എനിക്ക് നീതി കിട്ടിയില്ല, കോടതിയിൽ പോയി എനിക്ക് നീതി കിട്ടിയില്ല, സ്തോത്രം, ദേശത്ത് നിന്ന് എനിക്ക് നീതി തന്നില്ല. സ്തോത്രം. തേടിയ നിന്നെയല്ലേ കുറ്റം പറയാൻ? എടാ, ഉള്ളതല്ലേ തരത്തുള്ളൂ. ലോകത്തെ നീതിയില്ല. മനുഷ്യൻ ജനിച്ച് വളർന്ന് ജീവിക്കുന്നത് അനീതിയിലാണ്.
ഇത് വീണുപോയ ലോകമാണ്. ഒരിക്കൽ കൂടെ, ഇത് വീണുപോയ ലോകമായതുകൊണ്ട് ലോകത്തിൽ നീതി കിട്ടത്തില്ല. നിനക്ക് നീതി വരുന്നത് സൈഡിൽ നിന്നും താഴെ നിന്നല്ല, മേലെ നിന്നാണ് നിനക്ക് നീതി വരുന്നത്. അർത്ഥം ദൈവത്തിൽ നിന്നാണ് നീതി വരുന്നത്. അടുത്ത ആഴ്ച വീണ്ടും കേൾക്കും, അവൻ നീതിയുള്ള ദൈവമാണ്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. പക്ഷെ എവിടെ ഇട്ടാണോ മനുഷ്യൻ നിന്നെ വറചട്ടിയിൽ എന്നതുപോലെ വേദനിപ്പിക്കുന്നത്, അവരുടെ മുൻപിൽ തന്നെ ദൈവത്തിൻ്റെ നീതി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. എവിടെയാണോ മനുഷ്യൻ നിന്നെ വറചട്ടിയിൽ എന്നതുപോലെ വേദനിപ്പിക്കുന്നത്, അവരുടെ മുൻപിൽ. കേട്ടവർ ആമേൻ പറഞ്ഞു. യെസ്. ഒരു കഥ പറയട്ടോ, എത്ര പേർ കേൾക്കണം? കഥ കേൾക്കണം. ഒറ്റ എണ്ണത്തിന് വാക്യം കേൾക്കണ്ട. ക്രൈസ്റ്റ് സെൻ്റർ എന്ന് പറഞ്ഞാൽ നടക്കുക കഥ കേൾക്കാനായിട്ട്. കേട്ടിട്ടുള്ളവരാണ് പകുതി പേര്. പക്ഷെ ഒരിക്കൽ കൂടെ കേൾക്കുക. ഇത് നടന്നത് തിരുവല്ലയിലാണ്. എത്ര പേർ തിരുവല്ല പോയിട്ടുണ്ട്? നല്ല സ്ഥലമെന്ന് പറയുന്നവർ കരങ്ങളെ ചലിപ്പിച്ച്. യെസ്. എന്താ അവിടെ ഒരു റിവൈവൽ തിരുവല്ല എന്ന് കേട്ടപ്പോൾ? യാക്കോബിൻ്റെ രഥങ്ങൾ കണ്ടപ്പോൾ, അല്ല യോസെഫിൻ്റെ രഥം കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നതുപോലെ തിരുവല്ല എന്ന് കേട്ടപ്പോൾ ഈ ഹാളിൽ ചിലയിടത്ത് ഇങ്ങനെ ലൈറ്റ് തെളിഞ്ഞത് ഞാൻ കണ്ടു. കേട്ടിരിക്കുക. സ്തോത്രം. തിരുവല്ലയിലൊരു ചെറിയ ചേർച്ച് കൂടി, ഒരു കുട്ടി ചർച്ച. ആ സഭയുടെ ആരംഭമാണ്. 4-5 പേര് സ്നാനപ്പെട്ടു. പാസ്റ്റർ സ്തോത്രം ഇതുപോലെ സഭായോഗത്തിന് കടന്നു വന്ന് കത്രിമേശ സെറ്റ് ചെയ്തു. ആ കത്രിമേശ സെറ്റ് ചെയ്ത് അദ്ദേഹം ഇങ്ങനെ സഭായുഗം ആരംഭിക്കാൻ വേണ്ടി പോകുമ്പോൾ മദ്യപിച്ച് ലെക്ക് കെട്ട് ഒരു ദുഷ്ടമൃഗത്തെ പോലെ ഒരു മനുഷ്യൻ ഓടി വന്നു. ആ മനുഷ്യൻ ഓടി വന്ന് പാസ്റ്റർ ഭയങ്കരമായിട്ട് തല്ലാൻ തുടങ്ങി. ഒരു സഹോദരിയെ, സ്നാനപ്പെട്ടവളെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് ഭയങ്കരമായിട്ട് അവളെയും തല്ലി. സ്തോത്രം. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, അവളുടെ ഭർത്താവാണ്, അവളെ സ്നാനപ്പെടുത്തിയത് കൊണ്ടാണ് പാസ്റ്റർ തല്ലിയത്, അവൾ സ്നാനപ്പെട്ടത് കൊണ്ടാണ് അവളെയും തല്ലിയത്. പക്ഷെ തിരുവല്ലയിലെ പെൺകുട്ടികൾ മിക്കവാറും പേർ നല്ല ബുദ്ധിമതികളായതുകൊണ്ട് അവൾ ഇപ്രകാരം പറഞ്ഞു, പൊന്നച്ചായ എന്നെ തല്ലല്ലേ, ഇനി ഞാൻ സ്നാനപ്പെടുത്തില്ല, ഇനി ഞാൻ അവൻ തല്ലുന്ന നിർത്തി. സ്തോത്രം. എന്നിട്ട് അവൻ അവിടെ നിന്ന് വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയി. മീൻ പിടിക്കാൻ വേണ്ടി പോയി. തോട്ട എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. മാങ്ങ പറിക്കുന്ന തിരുവനന്തപുരത്തെ തോട്ടയല്ല, ഈ സ്തോത്രം മീനിന് പിടിക്കുന്ന തോട്ടയിട്ട് മീൻ പിടിക്കാൻ കാത്തിരുന്നു. കുറേ നേരം കാത്തിരുന്നിട്ടും സ്തോത്രം അതെ മീൻ കൊത്തുന്നില്ല. അനങ്ങാതിരിക്കുക തോട്ട. വെള്ളത്തിൻ്റെ അടിയിൽ ഇവിടെ ചിലർ അനങ്ങാതിരിക്കുന്ന പോലെ തോട്ട അനങ്ങുന്നില്ല. മന്ദബുദ്ധി അവൻ ആ തോട്ട വലിച്ചെടുത്ത് മദ്യത്തിൻ്റെ കട്ടുണ്ടല്ലോ, ആ കിക്കിൻ്റെ പുറത്ത് ആ തോട്ടെ വലിച്ചെടുത്തതും തോട്ട പൊട്ടി, ശരീരം പൊള്ളിപ്പോയി. അവൻ പേടിച്ചു, എഴുന്നേറ്റ് ഓടി. ഏത് പാസ്റ്ററെയാണോ തല്ലിയത് അതേ പാസ്റ്റർ അടുക്കിലേക്ക് ഓടി വന്നു. അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. എന്നിട്ട് അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചു. ചുരുക്കി പറയാം, അടുത്ത ഞായറാഴ്ച അതേ പാസ്റ്റർ അതേ കടവിൽ, കഴിഞ്ഞ ആഴ്ച ഭാര്യ സ്നാനപ്പെട്ടില്ലേ, അതേ കടവിൽ അവനെ സ്നാനപ്പെടുത്തി. നീതിയുള്ള ദൈവം. എവിടെയൊക്കെയാണോ തലകുനിഞ്ഞത്, എവിടെയൊക്കെയാണോ വേദനിപ്പിച്ചത്, എവിടെയൊക്കെയാണോ പഴിച്ചത്, ദുഷിച്ചത്, അവരുടെ മുൻപിൽ തന്നെ നിന്റെ ജീവിതം കൊണ്ട്, നിന്റെ ലൈഫാണ് അവർക്കുള്ള ഉത്തരം. ഒരിക്കൽ കൂടെ, നിന്റെ ലൈഫാണ് അവർക്കുള്ള ഉത്തരം. നിന്റെ ഗ്ലാമറല്ല, നിന്റെ ജീവിതം, നിന്റെ ലൈഫിൻ്റെ ഓരോ ഭാഗത്ത് എൻ്റെ കർത്താവ് റിഫ്ലക്റ്റ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. വിശ്വസിക്കുന്നവർ ശബ്ദം ഉയർത്തി കരങ്ങൾ ഉയർത്തി ആരാധിച്ച് കമോൺ ശക്തിയോടെ ഹല്ലേലൂയ പറ. നീതി നിഷേധിക്കുന്നവരുടെ മുൻപിൽ ദൈവത്തിൻ്റെ നീതി നിന്റെ ലൈഫിൽ കർത്താവ് വെളിപ്പെടുത്തുവാൻ വേണ്ടി പോകുന്നു. റോമർക്ക് ലേഖനം 15:5 വായിക്കുമ്പോൾ, റോമർ 15:5 വായിക്കുമ്പോൾ, ഞാൻ നിർത്തി 2 മിനിറ്റ്. റോമർ 15:5 വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം, ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം. സ്തോത്രം. കർത്താവായ
യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം. അതിൻ്റെ അർത്ഥം ദൈവം നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നത്, യേശുവിനെ എങ്ങനെയാണോ പിതാവായ ദൈവം അംഗീകരിച്ചിരിക്കുന്നത്, ഒരിക്കൽ കൂടെ, യേശു കർത്താവിനെ പിതാവായ ദൈവം എങ്ങനെയാണോ അംഗീകരിച്ചിരിക്കുന്നത്, അതേപോലെ ദൈവം തന്നെ അംഗീകരിച്ചിരിക്കുന്നു. ഏത് കുലത്തിൽപ്പെട്ടവനാണെങ്കിലും, ഏത് വർഗത്തിൽപ്പെട്ടവനാണെങ്കിലും, ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും കർത്താവ് അതേപോലെ നിന്നെ അംഗീകരിച്ചിരിക്കുന്ന. എൻ്റെ മുഖത്തൊക്കെ ഇതിനകത്ത് വന്ന് ജാതി പറയില്ല. മാനസാന്തരപ്പെടാത്തതിൻ്റെ സ്തോത്രം ലക്ഷണമാണിത്. സ്തോത്രം. കാരണം തിരുവചനം പറയുന്നു, നാമോ ഒരു ജാതി, രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും മാത്രമേ. കേൾക്കട്ടവർ ആമേൻ പറഞ്ഞാട്. യെസ്, പിതാവായ ദൈവം യേശുവിനെ എങ്ങനെയാണോ സ്വീകരിച്ചിരിക്കുന്നത്, അതേ ക്രമത്തിൽ ദൈവം നിന്നെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. നിൻ്റെ അധ്യാപകർ നിന്നെ അംഗീകരിച്ച് കാണത്തില്ല, നിൻ്റെ നാട്ടുകാർ, ബന്ധുക്കൾ, നിൻ്റെ അങ്കിൾമാർ നിന്നെ അംഗീകരിച്ച് കാണത്തില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു, നോ നോ നോ, യേശു കർത്താവിനെ യേശുവിനെ എങ്ങനെയാണോ പിതാവായ ദൈവം അംഗീകരിച്ചിരിക്കുന്നത്, അതേപോലെ ദൈവം നിന്നെ അംഗീകരിച്ചിരിക്കുന്നു. എവിടെയെങ്കിലും മറ്റുള്ളവർ നിന്നെ തിരസ്കരിച്ചെങ്കിൽ, നീ കൊള്ളത്തില്ല എന്ന് തിരസ്കരിച്ചെങ്കിൽ, എവരി പെയിൻ ഓഫ് റിജക്ഷൻ, എല്ലാ തിരസ്കരണത്തിൻ്റെ ശക്തികൾ ഇന്ന് പകൽ പൊട്ടിമാറട്ടെ. കാരണം എവിടെയാണോ കേക്ക് എവിടെയാണോ മനുഷ്യൻ റിജക്റ്റ് ചെയ്തത്, അവിടെയാണ് ദൈവം സെലക്ട് ചെയ്തത്. മനുഷ്യൻ റിജക്റ്റ് ചെയ്തപ്പോൾ ദൈവം സെലക്ട് ചെയ്തു. ഒന്നാമത്തെ പുരോഹിത വർഗമാ അല്ലെങ്കിൽ പുരോഹിത ഗോത്രമാകുന്ന ലേവിയെ, ഞാൻ വീണ്ടും പറയും, അതേ അപ്പൻ റിജക്റ്റ് ചെയ്തതാണ്. ദാവീദ് പറയുന്നു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. 27:10. സ്തോത്രം. അതെ, ദൈവം അവരെ സെലക്ട് ചെയ്തു. സോ അതിനർത്ഥം ഇതാണ്, എവിടെയാണോ മനുഷ്യൻ നിന്നെ വേണ്ടെന്ന് വെക്കുന്നത്, ഒരു പുതിയ ചരിത്രം മെനയുവാൻ, അവിടെയാണ് ദൈവം നിന്നെ തൻ്റെ തൃക്കരം നീട്ടി തിരഞ്ഞെടുക്കുന്നത്. എവിടെയെങ്കിലും റിജക്ഷൻ നീ അനുഭവിച്ചു എങ്കിൽ, എവിടെയെങ്കിലും തിരസ്കരണം ഉണ്ടെങ്കിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആരിലൂടെ നടന്നിട്ടില്ലാത്ത വലിയൊരു സംഭവത്തിനായി, ഒരു വലിയ ചരിത്രത്തിനായി ദൈവം തന്നെ വിളിച്ചിരിക്കുന്നു. കേട്ടവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. യെസ്, ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 1:17 പറയുന്നു, ഫാദർ ഓഫ് ഗ്ലോറി, മഹത്വത്തിൻ്റെ പിതാവ്. ഫാദർ ഓഫ് ഗ്ലോറി, മഹത്വത്തിൻ്റെ പിതാവ്, മഹത്വമുള്ള പിതാവ്, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ദൈവവും. ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ, മഹത്വമുള്ള പിതാവ്. ശബ്ദം ഉയർത്തി വായിച്ച എന്താണ്? മഹത്വമുള്ള പിതാവ്, മഹത്വമുള്ള പിതാവ്. കേക്ക്, ഈ മഹത്വം എവിടെയാണ് ഇരിക്കുന്നതെന്നറിയോ? രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ആത്മാവിൽ ആരാധിക്കുന്ന ദൈവ പൈതൽ കേൾക്കണം. ഈ മഹത്വം യെരുശലേമിലല്ല, ഈ മഹത്വം അതിനപ്പുറത്ത് റൂമിലല്ല, ഈ മഹത്വം സ്തോത്രം അതേ സീനായി മലയുടെ മണ്ടയ്ക്കല്ല, ഈ മഹത്വം നിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. പുതിയ നിയമത്തിൻ്റെ എവറസ്റ്റ് ഞാൻ പറയാം, എഴുതിയെടുക്കണം, അറിഞ്ഞുകൂടാത്തവർ എഴുതിയെടുക്കണം. പുതിയ നിയമത്തിൻ്റെ എവറസ്റ്റ് എന്ന് പറയുന്നത് കൊലോസ്യർ 1:27. പുതിയ നിയമത്തിൻ്റെ എവറസ്റ്റ് കൊലോസ്യർ 1:27. ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി, ഹീസ് ഇൻ യു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. സോ മഹത്വത്തിൻ്റെ പിതാവ് തൻ്റെ മഹത്വത്തെ നിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്നു. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. മഹത്വം നിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ 24-ാം സങ്കീർത്തനം 7 വാക്യം, 24-ാം സങ്കീർത്തനം 9 വാക്യം, മഹത്വം നിൻ്റെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം ഒരു വാതിൽ നിൻ്റെ മുൻപിൽ അടയുവാൻ കഴിയത്തില്ല. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, മഹത്വം ഉള്ളിടത്തോളം കാലം ഒരു വാതില് നിന്റെ മുൻപിൽ അടയുവാൻ കഴിയത്തില്ല. ശബ്ദം ഉയർത്തി പറഞ്ഞേ, മഹത്വത്തിൻ്റെ പിതാവ്. പറഞ്ഞേ, മഹത്വത്തിൻ്റെ പിതാവ് ആ ഗ്ലോറിയം നിന്റെ ഉള്ളിലാക്കിയിരിക്കുന്നത് കൊണ്ട് വാക്യം എങ്ങനെയാണ്? വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. കേട്ടവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹെൽപ് മീ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ സഹായിക്കണമേ. സ്തോത്രം. അതെ, അതുകൊണ്ട് മഹത്വത്തിൻ്റെ അപ്പൻ നിന്റെ ഉള്ളിൽ തൻ്റെ മഹത്വത്തെ വച്ചിരിക്കുന്നത് കൊണ്ട്, കുട്ടി, ഏത് യൂണിവേഴ്സിറ്റി ആകട്ടെ, ഏത് കോഴ്സ് ആകട്ടെ, ഏത് കമ്പനി ആകട്ടെ, അവിടെ നീ തട്ടി നിന്ന് നിന്റെ കയ്യിൽ തഴമ്പ് വരുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഫ്രീ വാക്ക് ഇൻ ജീസസ് നെയിം. കൈയടിക്കത്തിൽ നേരെ കരങ്ങളടിച്ച്
മൂന്ന് പേരെ തൊട്ട് പറ, മഹത്വം വാതിലുകളെ തുറക്കും. പെട്ടെന്ന് പറഞ്ഞേ, മഹത്വം വാതിലുകളെ തുറക്കും. യേശുവിൻ്റെ നാമത്തിൽ. അർത്ഥം, നിന്നിലുള്ളതായ ദൈവത്തിൻ്റെ പ്രസൻസ്. നമ്മൾ സ്ഥിരം പറയുന്നത് അഭിഷേകം. അതായത് അഭിഷേകം എന്ന് പറഞ്ഞാൽ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം. അതാണ് നിനക്കായി വാതിലുകളെ തുറക്കുന്നത്. കേട്ടവൻ ആമേൻ പറഞ്ഞേ. നിന്റെ കൂടെ പഠിച്ച മറ്റുള്ളവർക്ക്, ക്ലാസ്സിൽ പഠിച്ച മറ്റുള്ളവർക്ക് കഴിയാത്തത് സ്വർഗത്തിലെ ആപ്പൻ നിനക്കായി തുറന്ന് നൽകാൻ വേണ്ടി പോകുന്നു. അവൻ മഹത്വത്തിൻ്റെ കർത്താവ്. രണ്ട് കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. യോഹന്നാൻ 17:11. ഞാൻ നിർത്തി, ഓൾമോസ്റ്റ് നിർത്തി. യോഹന്നാൻ 17:11 തിരുവചനം പറയുന്നു, ഹീസ് എ ഹോളി ഫാദർ. അവൻ സ്തോത്രമതി, പരിശുദ്ധ പിതാവ്. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. യോഹന്നാൻ 17:11. ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ. ശബ്ദം ഉയർത്തി പറഞ്ഞേ, എന്തോ പിതാവ്? പരിശുദ്ധ പിതാവേ, പരിശുദ്ധ പിതാവേ. ശക്തിയോടെ പറഞ്ഞേ, എന്താണ്? പരിശുദ്ധ പിതാവേ, പരിശുദ്ധ പിതാവ്. സ്വർഗത്തിലെ അപ്പൻ പരിശുദ്ധനാണ്. സ്വർഗത്തിലെ അപ്പൻ പരിശുദ്ധനായതുകൊണ്ട് നീയും ആരായിരിക്കണം? നീയും വിശുദ്ധനായിരിക്കണം. പരിശുദ്ധനെന്നല്ല, നമ്മൾ വിശുദ്ധനായിരിക്കണം. കാരണം മലയാളി മാതാപിതാക്കൾക്ക് ഒരിക്കലും ബംഗാളി കുട്ടികൾ ജനിക്കത്തില്ല. ആരോ ഞെട്ടി? മലയാളി മാതാപിതാക്കൾക്ക് ബംഗാളി കുട്ടികൾ ജനിക്കത്തില്ല. തമിഴ്നാട്ടിലെ മാതാപിതാക്കൾക്ക് കാശ്മീരി പിള്ളേരും ജനിക്കത്തില്ല. മലയാളി മാതാപിതാക്കൾക്ക് മലയാളി മക്കളെ ജനിക്കത്തുള്ളൂ എന്നതുപോലെ പരിശുദ്ധ പിതാവിന് സ്തോത്രം അശുദ്ധിയുടെ മക്കൾ ജനിക്കത്തില്ല. നിന്റെ നോട്ടം വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ ചിന്ത വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ ഫോൺ വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ ബന്ധങ്ങൾ വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ കൂട്ടുകെട്ടുകൾ വിശുദ്ധമായിരിക്കട്ടെ. കാരണം ദൈവം വിശുദ്ധനാണ്. എപ്പോഴാണോ അശുദ്ധികൾ നീ ബൈ ബൈ പറയുന്നത്, അവിടെ നിന്നാണ് നിന്റെ അനുഗ്രഹം ആരംഭിക്കുന്നത്. രണ്ട് കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. സ്തോത്രം പരിശുദ്ധ പിതാ. ഞാൻ നിർത്തി. സ്തോത്രം. അതെ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ, ഫാദർ ഓഫ് ലൈറ്റ്, വെളിച്ചങ്ങളുടെ പിതാവാണ്, ആത്മാക്കളുടെ പിതാവാണ്. ഞാൻ പറയുന്ന ഓർഡർ ചിലപ്പോൾ തെറ്റിക്കാണും, തെറ്റുന്നുണ്ടായിരിക്കും. സ്തോത്രം. അതെ, നിത്യപിതാവാണ്, രഹസ്യങ്ങളുടെ പിതാവാണ്, അനാഥരുടെ പിതാവാണ്. സ്തോത്രം. അതെ, ആശ്വാസങ്ങളുടെ പിതാവാണ്, മഹത്വത്തിൻ്റെ പിതാവാണ്, പിന്നെ നീതിയുടെ പിതാവാണ്. സ്തോത്രം. അതെ, യേശു കർത്താവിൻ്റെ പിതാവാണ്, ഇസ്രായേലിൻ്റെ പിതാവാണ്. സ്തോത്രം. പരിശുദ്ധ പിതാവാണ്. ഫൈനലി 12ാമതായി സ്തോത്രം ഞാൻ പറഞ്ഞു നിർത്തട്ടെ. സ്തോത്രം ഈസ് എ ഫാദർ ഓഫ് ഹീസ് എ ഹെവൻലി ഫാദർ. അവൻ സ്വർഗീയ പിതാവ്. മത്തായി 6:9 നാം വായിച്ച് തുടങ്ങിയത് ഇതാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. നിർത്തി. നോക്കിയേ, ഈ ഇൻട്രഡക്ഷനോടെ എന്ന് വേണേ പറയാം. എർത്തിലി ഫാദർ നിന്നെ ഡാമേജ് ചെയ്ത് കാണും. എർത്തിലി ഫാദർ, ഈ ലോകത്തിലെ അപ്പൻ നിന്നെ കരയിപ്പിച്ച് കാണും. ഈ ലോകത്തിലെ അപ്പൻ നിന്നെ തല്ലി തകർത്ത് കാണും. എല്ലാ ആൾക്കാരെ ഞാൻ പറയുന്ന അമേസിംഗ് ആയിട്ടുള്ള ഫാദേഴ്സിൻ്റെ മുമ്പിലുണ്ട്. അവർക്കായി സ്തോത്രം. ഇല്ല, ഹൃദയത്തിൻ്റെ ഏതോ കോണുകളിൽ, പ്രത്യേകിച്ച് ചില പെൺകുട്ടികൾ, കരയാൻ പോലും ബലമില്ലാതെ നീ കിടക്കുന്നെങ്കിൽ, നീ ജീവിക്കുന്നു എങ്കിൽ നിനക്കൊരു സ്വർഗസ്ഥനായ പിതാവുണ്ട്. കാരണം ബൈബിളിൻ്റെ ഒരു ചരിത്രം പറയട്ടെ, ഈ ലോകത്തിലെ അപ്പൻ വരുത്തിയ ഡാമേജിനെ സ്വർഗത്തിലെ അപ്പൻ ക്യാൻസൽ ചെയ്യുക മാത്രമല്ല, എത്ര അളവിലാണോ തകർത്തത് അത്ര അളവിൽ അവരെ മാനിക്കുകയുണ്ടായി. നൂറുകണക്കിന് പ്ലാറ്റ്ഫോമിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ചില ദൂതുകളുണ്ട്, എത്ര പ്രസംഗിച്ചാലും മതി വരത്തില്ല. സ്തോത്രം. യാക്കോബ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് തൻ്റെ 12 പിള്ളേരെ അടുക്കൽ വിളിച്ച് അനുഗ്രഹിപ്പാൻ തുടങ്ങി. രൂബേൻ വന്നു, കുഴപ്പമില്ല. യഹൂദ വന്നു, ഭയങ്കര അനുഗ്രഹം കൊടുത്തു. യോസെഫിന് ഭയങ്കര അനുഗ്രഹം കൊടുത്തു. ഇസക്കാർ, നഫ്താലി, ദാൻ എല്ലാവരെയും അനുഗ്രഹിച്ചു. അപ്പോൾ ലേവി പറഞ്ഞു, ഞാനും പോയി എൻ്റെ അപ്പനിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കട്ടെ. എൻ്റെ ജ്യേഷ്ഠന്മാരും എൻ്റെ അനുജന്മാരും അപ്പനിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടു. ലെറ്റ് മീ ഓൾസോ ഗോ. ഞാനും കടന്നു പോയി എൻ്റെ അപ്പനിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കട്ടെ. വലിയ പ്രതീക്ഷയോടെ ലേവി വന്ന് മുട്ടുമടക്കുമ്പോൾ യാക്കോബ് ശബ്ദമുയർത്തി അനുഗ്രഹമല്ല പറഞ്ഞത്, ശാപമാണ് പറഞ്ഞത്.
ലേവിയുടെ ഉഗ്രകോപം ശപിക്കപ്പെട്ടത്. കുടുംബത്തിൻ്റെ നടുവിൽ അവൻ ശപിക്കപ്പെട്ടു. പ്രത്യക്ഷമായി അപ്പൻ പറഞ്ഞു, ഇവൻ്റെ ഉഗ്രകോപം ശപിക്കപ്പെട്ടത്. അവനെ ശപിച്ച് അവനെ വേദനിപ്പിച്ചു. കുടുംബത്തിൽ അവൻ ശപിക്കപ്പെട്ടു. എൻ്റെ ചോദ്യം ഇതാണ്, നീ അത് കേട്ടോ? എൻ്റെ വീട്ടിൽ ഏറ്റവും ശപിക്കപ്പെട്ട നീയാണോ? നിന്നെ അനുഗ്രഹിക്കേണ്ട അപ്പൻ നിന്നെ ശപിച്ചിരിക്കുന്നോ? ഇങ്ങനെ ഒരു മകൾ എനിക്കില്ല, ഇങ്ങനെ ഒരു മകനില്ല എന്ന് പറഞ്ഞിരിക്കുന്നോ? നീ കരഞ്ഞ കുട്ടി അത് കേട്ടിട്ട് നീ നിലവിളിച്ചോ? ഇങ്ങനെ ഒരു കുഞ്ഞെനിക്ക് വേണ്ട എന്ന് നിൻ്റെ അപ്പൻ പറഞ്ഞോ? നിന്നെ ശപിച്ച് തകർത്തിരിക്കുന്നോ? കേൾക്ക്, ലേവി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചു. എല്ലാം പറയാൻ നേരമല്ല, ഒറ്റ വാക്ക്, ലേവി ദൈവത്തിന് വേണ്ടി നിന്നു. ലേവി ദൈവത്തിന് വേണ്ടി നിന്നു. കമോൺ, നീ നിൽക്കേണ്ടത് ബോയ് ഫ്രണ്ടിന് വേണ്ടിയല്ല, നിൽക്കുന്നത് ഗേൾ ഫ്രണ്ടിന് വേണ്ടിയല്ല. ഈ പുസ്തകത്തിലെ കർത്താവിന് വേണ്ടി അങ്ങ് പറ്റി നിന്നോളാം. അങ്ങനെയെങ്കിൽ അതൊരു ഭയങ്കര നിൽപ്പായിരിക്കും. ലേവി 100% ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ ദൈവം പറഞ്ഞു, ഓക്കെ, നീ എനിക്ക് വേണ്ടി നിൽക്കുമെങ്കിൽ നിന്റെ സഹോദരന്മാർ നിൽക്കാത്തടുത്ത് ഞാൻ നിന്നെ നിർത്താൻ പോകുകയാണ്. ഓ കമോൺ. മറ്റു ഗോത്രങ്ങൾക്ക് നിൽക്കാൻ കഴിയാത്ത ഇടത്ത് എനിക്ക് വേണ്ടി നിൽക്കുന്നവനെ ഞാൻ നിർത്തുവാൻ പോകുന്നു. എത്ര ബ്രദേഴ്സ് അതിന് ആമേൻ പറഞ്ഞു? മറ്റ് സഹോദരന്മാർ നിൽക്കാത്തടുത്ത് ഞാൻ നിന്നെ നിർത്തും. അതെവിടാ വെച്ചാൽ നിർത്തുന്നത്? അത് സമാഗമന കൂടാരത്തിൽ. സമാഗമന കൂടാരത്തിൽ ബാക്കിയുള്ളവർ പുറത്ത് നിൽക്കുമ്പോൾ ഞാൻ തന്നെ അകത്ത് വേറെ ഉള്ളവർ കടക്കാത്തെടുത്ത് ദൈവം നിനക്ക് ആക്സസ് നൽകുകയാണ്. എല്ലാ പാരൻസും എക്സാം ഇന്ന് പകൽ എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളോട് സ്തോത്രം ചെയ്താൽ മറ്റുള്ളവർക്ക് കടക്കാൻ കഴിയാത്ത ഇടത്ത് ദൈവത്തിൻ്റെ കൃപയാൽ നിന്റെ കുഞ്ഞുങ്ങളെ കടത്തുവാൻ തക്കോണം എൻ്റെ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവർ ആമേൻ പറയോ? യേശുവിൻ്റെ നാമത്തിൽ കരങ്ങളെ ചലിപ്പിച്ച വായികളെ തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ കമാൻ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ആമേൻ പറഞ്ഞേ. യെസ്, തിരുവചനം പറയുന്നു, സ്തോത്രം, അപ്പൻ ശപിച്ച് ലേവിയെ പുറത്താക്കി. എന്നാൽ സ്വർഗത്തിലെ അപ്പൻ ലേവിയെ അനുഗ്രഹിച്ച് കൂടാരത്തിന് അകത്ത് നിർത്തി. ഇൻ ജീസസ് നെയിം. മറക്കല്ല, നിനക്കൊരപ്പനുണ്ട്. നീ അവന് വേണ്ടി നിൽക്കുമ്പോൾ, അവന് വേണ്ടി നിൽക്കുമ്പോൾ മറ്റുള്ളവരെ പോലെയല്ല, മറ്റുള്ളവർ നിൽക്കാത്തടുത്ത് അവൻ തന്നെ നിർത്ത്. എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് സമയമില്ല. പക്ഷേ ആ ലേവികയെ നോക്കി ദൈവം പറഞ്ഞു, ഞാൻ നിൻ്റെ ഓഹരിയാണ്, ഞാൻ നിൻ്റെ അവകാശമാണ്, ഞാൻ നിൻ്റെ ഓഹരിയാണ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് നേരമില്ല. മറ്റുള്ളവരെക്കാൾ വലിയ അവകാശം യവനായിരുന്നു. അവൻ്റെ അവൻ്റെ ആഹാരം അപ്ഗ്രേഡഡ് ആയിരുന്നു, അവൻ്റെ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡഡ് ആയിരുന്നു. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നിൽക്കുന്നത് കർത്താവിന് വേണ്ടിയാണെങ്കിൽ, ഹേ യങ്സ്റ്റേഴ്സ്, നിൽക്കുന്നത് യേശുപ്പച്ചന് വേണ്ടിയാണെങ്കിൽ, നോക്കിയേ 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 എന്നെ നോക്ക്, നിൽക്കുന്നത് കർത്താവിന് വേണ്ടിയാണെങ്കിൽ ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം. ആർക്ക് വേണം? ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം. മേ ബി ലോകത്തിൻ്റെ ബെസ്റ്റ് ബ്രാൻഡുകളായിരിക്കാം അടുത്ത വർഷങ്ങളിൽ നിങ്ങൾ ധരിക്കുന്നത്. മേ ബി ഏറ്റവും ബെസ്റ്റ് ഫുഡായിരിക്കും ദൈവം നിനക്ക് തരുന്നത്. മേ ബി ഏതോ മൾട്ടിനാഷണൽ കമ്പനിയിലായിരിക്കും ദൈവം നിന്നെ ഇരുത്തുന്നത്. മേ ബി ഏറ്റവും ഉയർന്ന പദവികളായിരിക്കും ദൈവത്തിൻ്റെ കൃപയാൽ നീ എത്തുന്നത്. പക്ഷേ അന്ന് ഒരു വശത്തെ ഈ പുസ്തകം വച്ചിട്ട് നീ പറയും, ഞാൻ വന്നതല്ല. കാരണം 2025 ഓഗസ്റ്റ് മാസം 3-ാം തീയതി അപ്പനില്ലാതെ ഉടഞ്ഞു കിടന്ന സ്ഥാനത്ത് ഞാൻ ഉരുകിയിരുന്നപ്പോൾ ഒരു പൊട്ടൻ പ്രാസംഗികൻ എൻ്റെ മുമ്പിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ദൈവമാണ് നിന്റെ അപ്പനെന്ന്.
ദൈവമാണ് എൻ്റെ അപ്പനെന്ന് ഞാൻ പറഞ്ഞപ്പോൾ, ദൈവമാണ് എൻ്റെ അപ്പനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ച് ഏറ്റെടുത്തു. മക്കളെ, 5 കൊല്ലം കഴിയുമ്പോൾ നിൻ്റെ ലൈഫ് എവിടെ ഇരിക്കും? ഓ കമോൺ ഐ എം സോ എക്സൈറ്റഡ്. 5 കൊല്ലം കഴിയുമ്പോൾ നിൻ്റെ ലൈഫ് എവിടെ ഇരിക്കുക? ഏത് യൂണിവേഴ്സിറ്റിയിൽ നീ ഇരിക്കുക? 10 കൊല്ലം കഴിയുമ്പോൾ നിൻ്റെ ലൈഫ് എവിടെ ഇരിക്കുക? ഓ കമോൺ. മഞ്ഞ് 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 മഴ 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 ഉറവാശാഥ ഷെൻതുരിയാസി. 5 കൊല്ലം കഴിയുമ്പോൾ, 10 കൊല്ലം കഴിയുമ്പോൾ നിൻ്റെ ലൈഫ് എവിടെ ഇരിക്കും? ജീസസ്. കരങ്ങളെ ഉയർത്തി ദൈവത്തെ ആരാധിച്ചു. കരങ്ങളെ ഉയർത്തി കർത്താവിനെ നന്ദി പറഞ്ഞാൽ